الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇനി പലിശ സംബന്ധമായ മസ്അലയാണ് അടുത്ത് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ കടപ്പത്രിക എഗ്രിമെന്റ് എഴുതുന്നുണ്ടല്ലോ, അതോടുകൂടി കിതാബ് അൽ-ബഖറ തീരും. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. آتوا മദിയഫീലല്ലത് അഖാമുസ്സലാത്ത ആത്തുസ്സക്കാത്ത വേറെ ആതവുസ്സക്കാത്ത വേറെ, രണ്ടും രണ്ടാണ്. അത് ശരിയാക്കണം. കണ്ട പോലെ വായിക്കാനല്ലല്ലോ നമ്മളുള്ളത്, ഉള്ള പോലെ വായിക്കില്ലാതെ നമ്മളെ തീയതി. കണ്ട പോലെ വായിക്കാനായിരിക്കും തിരിയല്ല. പണ്ട് അവതുപോലാർക്ക് പറഞ്ഞു നടക്കുകയാണ്, ഉള്ള പോലെ ഓതാടാ വൈദ്യനെ, കണ്ട പോലെ വായിക്കാൻ പിന്നെ പറയും വിളിച്ചിട്ടില്ല. അക്കാമോന്റെ മോളത്ത് പേരാന്ന് ആ തവോ മാതിയ ഫീലാന്ന്. ആ തൂ എന്നുള്ളത് അമ്രാണ്. അക്കാമോ എന്ന് പറഞ്ഞിട്ട് ആ തൂന്ന് അത്തക്കാക്കാൻ പാടുമില്ല. നെഹവിന്റെ കാനൂനെതിരല്ലേ ഇത്. ഖബറിന്റെ മേലെ ഇൻഷാനത്ത് ഫാക്കൂലല്ല. അല്ലദീന യഅകുലൂന റിബാ, പലിശ തിന്നുന്നവര്. തിന്നൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉടുക്കാൻ പറഞ്ഞിട്ടില്ല, പിന്നെ കുടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വന്ന ഭൂമ നിൽക്കാൻ പാടില്ല. അതായത് ഇഷ്ടമാല ഉദ്ദേശിക്കുന്നത് അത് വാങ്ങുക, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാ അക്കില് എന്നതിന് ഇബാറത്തിട്ടാണ് തിന്നുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് മാലിനാലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തിന്നല് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പലിശ ഇടപാട് മത്ഊമാത്തിലാണ് പരസ്യം ഉണ്ടാകുന്നത്. മത്ഊമാത്ത് ദിർഹം ദീനാർ എന്നല്ല, മത്ഊമാത്തിലാണ് പരസ്യമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യഅകുലൂനാന്ന് പ്രയോഗിച്ചത്. അവര് ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കൂല. ഇതിൽ നിന്ന് മിൻ ഖുബൂരിഹിം ഇദാ ബുഇസൂ, മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ഖബറിന് എണീക്കണ്ടേ, എണീക്കുന്ന അവസരത്തിൽ എണീച്ച് നിൽക്കാൻ കഴിയൂല, നുണോണ്ട് നിൽക്കും. അതിന് ഉദാഹരണം എന്താ? ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതു ശൈത്വാൻ, ശൈത്വാന് അടി കൊടുത്തിട്ട് തള്ളിയിട്ട ഒരു കൂട്ടരൊക്കെ എങ്ങനെയാണ് എണീക്കാൻ കഴിയുന്നത്, അതുപോലെ ഉണ്ടാകരുത്. ശൈത്താൻ അടിച്ച് തള്ളിയിട്ട് എന്നാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതുപോലെയാണ് ഉണ്ടാകല്. അതിനാ മിനൽ മസി എന്നുള്ളത് ലാ യഖൂമൂനന്റെ ബാക്കിയാണ്. മിൻ എന്ന് പറഞ്ഞ ജദ്ദിന്റെ അറബിന് ഒരു താല്ലുക്കോണ്, ഒരു കുളത്ത്. അപ്പൊ യതഖബ്ബതുഹുലേക്ക് കൊടുക്കാൻ പറ്റൂല.
കതബുതു ബിൽ കലമി, പേന കൊണ്ട് എഴുതുന്ന, പേന കൊണ്ട് നല്ലവിടെ കൊള്ളിക്കണ്ടേ, കതബുതു. ഖതഅതു ബിസ്സിക്കീൻ, കത്തി കൊണ്ട് അല്ലേ, ഖതഅ എന്നോട് താല്ലുക്ക്. ലാ യഖൂമൂന മിനൽ മസ്ജിദ്, അവർക്ക് ജുനൂന് ബാധിച്ചിട്ടുണ്ട്. ജുനൂന് ബാധിച്ച കാരണത്താല് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയൂല, ശൈത്താൻ ഒരാളെ തള്ളിയിട്ട പോലെ ഉണ്ടാകും. ഇല്ലാ ഖിയാമൻ മിസ്ല ഖിയാമില്ലദീ യതഖബ്ബതുഹു ശൈത്താൻ. യതഖബ്ബതു എന്ന യദ്രിബുഹു വയസ്റഉഹു, അടിക്കും രണ്ട് തള്ളിയിടും. മിനൽ മസ്ജിദ് എന്താണ്? അൽ ജുനൂൻ മുതഅല്ലിഖുൻ ബിലാ യഖൂമൂന, ലാ യഖൂമൂനിലേക്കാണ് തഅല്ലുഖ്. യഅനി ലാ യഖൂമൂന മിനൽ മസ്ജിദ് ലദീ ബിഹിം, അവർക്ക് എന്താക്കിയിട്ടുണ്ട്? ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, തലക്ക് വെട്ട്. ലാ യഖൂമൂന ഇല്ലാ കഖിയാമിൽ മസ്റൂഇൽ മുഖ്തല്ലി ഫാസിദിൽ അഖൽ, അഖിലിന് കോട്ടം സംഭവിച്ച മസ്റൂ ആയ ബോധരഹിതനായ ഒരു മനുഷ്യനുണ്ടല്ലോ, ചൈത്താൻ അടിയിട്ടിട്ട് എന്നതുപോലെ എല്ലാം അടിക്കൂല. അപ്പൊ ചൈത്താൻ അടിക്കലും വീകലുണ്ടെന്ന് ഒരു ഏറ്റിക്കാതിയായ വിഷയമൊന്നല്ല. അതിപ്പം ബസ് തട്ടിയാൽ ഈ ബസ് പൊള്ളിയലുണ്ട്, മനുഷ്യക്ക് അപകടം പറ്റുമെന്ന് അഖിലിൽ ഭയപ്പെട്ട ഏറ്റിക്കാതിയായ കാര്യമാണോ? ഏറ്റിക്കാത് പലതുണ്ടല്ലോ. പഞ്ചസാരക്ക് മധുരമുണ്ട്, ഒരു ഹക്കിയ ഏറ്റിക്കാതാണ്, പക്ഷെ ശറഈയല്ല അല്ലേ. വെള്ളവും എന്താണ്, വെള്ളം എന്നുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടെ മിശ്രിതമാണ് എന്നുള്ളത് ഏറ്റിക്കാതിയാണ്, ഏറ്റിക്കാതാണ് ശരിക്കും, പക്ഷെ എന്നല്ല ശറഈയല്ല. ഇതുപോലെ ശൈത്താൻ അടിക്കലുണ്ട് വീകലുണ്ടെന്ന് ഈ ആയത്ത് ഓതിയിട്ട് അസ്മാകാർ തെളിയിക്കും. എന്തിനാ പാടുപെടുന്നു? അങ്ങനെ പശു കുത്തിയാൽ ആൾ വീരില്ലേ, മരത്തമ്മത് കൈയാളിയാ വീരില്ല. അതല്ല എത്തിക്കാതിലെണ്ണ വേണ്ടി വിശ്വസിക്കേണ്ടതാണ്. അവന്റെ കൈയാളി പഴഞ്ഞ് വീണ് ചന്തികൊത്ത് വീഴുന്നതാണ്, പിന്നെ നീച്ച് നടത്താൻ കഴിയൂല. ഇതെല്ലാം അക്കീദയാ. അക്കീദിന്റെ പല്ല് വേറെ. വയക്കൂനുകാരിക്ക ഇതായിരിക്കും, ഇത് എണീച്ച് നടത്താൻ കഴിയൂല. സീമാഹും അവരുടെ അടയാളം, യുഅറഫൂന ബിഹി, ഈ അടയാളം കൊണ്ട് അവർ അറിയപ്പെടും. ഇൻദ അഹ്ലിൽ മൗഖിഫ്, ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ സകല ജനങ്ങൾക്കും അറിയാം അയാൾ പലിശ വാങ്ങിയ ആളാണ് എന്നായ കളിയുണ്ടായിരുന്നു. വഖീല ذلك حين يخرجون من الأجداث, ഇതെപ്പോഴാണ്? ലാ യഖൂമൂന, ഖബറുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അവസരത്തിലാണ് എന്നാണ് ഈ അവസരം. അൽ ഖുബൂർ എന്താണ്? ഫഇന്നഹും യൻഹദൂന വയസ്ഖതൂന കൽ മസ്റൂയിന, എണീച്ചു നിൽക്കും പിന്നെയും വീഴും. ഈ അപസ്മാരളയ ആളമാതിരി എണീച്ചു നിൽക്കും പിന്നെയും വീഴും. എന്ന് കാരണം എന്താ? ലിഅന്നഹും അകലുൽ റിബ, അവർ പലിശനെ തിന്നിട്ടുണ്ട്. ഫഅർബാഹുല്ലാഹു തആല ഫീ ബുതൂനിഹിം, അവരുടെ വയറ്റിൽ എന്താക്കി അല്ലാഹു തആല വല്ലാതെ വികസിപ്പിച്ചാണ്. ഭാരം മഹോദരം, പിന്നെ മഹാകുദരം, മഹാകൂട്ടണം, ഉദരം എന്താ പറയുന്നത്? മഹോദരം, മഹാകൂട്ടണം, ഉത്സവം, മഹോത്സവം. നീട്ടപ്പെട്ടതിൻ്റെ കൂടെ ഓടിയാൽ ഓവാക്കണം എന്നാണ് അങ്ങനെ നിയമം. ഇതാ ലത്തീഫ് മാഷ് പറയട്ടെ. മഹാകൂട്ടണം അത്ഭുതം എന്താ പറയണ്ടേ? മഹാത്ഭുതം ആണ് അത്ഭുതം. ഇത് അങ്ങനെ ഭാഷന്റെ നിയമം അങ്ങനെ എല്ലാം പെട്ട് 10 കൂട്ടർ പെടും. പലിശയുമായി ബന്ധപ്പെട്ട 10 കൂട്ടർ മൽമൂനാണെന്ന് ഹദീസിൽ. കൊടുത്തവന്, വാങ്ങിയവന്, അതിനെ സഹായിച്ചവന്, അറിയിച്ചവന്, ഏജന്റ് ആയവന്, സാക്ഷി നിന്നവന്, ഒപ്പിട്ടവന്, കടലാസ് കൊടുത്തവന്, പെന്ന് കൊടുത്തവന് എന്നെണ്ണീറ്റ് മിസ്കാത്ത് ശരീരതാണ് 10 കൂട്ടർ ഭാഗമാക്കണം. പിന്നെ ഹത്താ അസ്ഖലഹും, എന്നിട്ടോ അതവർക്ക് ഭാരമായി മാറി. ഫലാ യഖ്ദിറൂന അലൻ നുഹൂദ്, എണീറ്റ് നിൽക്കാൻ കഴിയൂല, ഭാരം കനത്തിട്ട്. ഇനി ഇവർ പലിശ വാങ്ങുന്നതിന്റെ ന്യായ പറയുന്നത്, ഇവർ കണ്ടെത്തിയ ന്യായം ذلك, ഇത് അൽ അദാബുൻ നാസില ബിഹിം, ഇവർക്ക് ഇറങ്ങിയ അദാബ് എന്താണ്? ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുൽ ദിബാൻ, അവരുടെ ഖാലൂല മഖൂല അവിടെ തീർന്നു.
വഅഹല്ലല്ലാഹുൽ ബൈഅ അവിടെ എന്താ പുതിയ തുടക്കം എന്നുള്ള കാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ വഅഹല്ലല്ലാഹുൽ ബൈഅ അവറ ഖൗലു മഖൂലല്ല. അപ്പൊ വഖഫ് താം അവിടെ തീർന്ന് ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ അടുത്ത്. അങ്ങനെ കച്ചവടം നടക്കുന്നില്ലേ? കച്ചവടത്തിൽ നിന്ന് എന്താന്ന് പറഞ്ഞാൽ 10 റുപ്യ മുതലിട്ടിട്ട് 12 റുപ്യ പോയിന്നില്ലേ? അതിലേക്ക് എന്താ വ്യത്യാസം? അപ്പൊ കച്ചവടം ഹലാലാണെങ്കിൽ പലിശ ഹലാലാകണം. അങ്ങനെ ഓരോ ന്യായങ്ങൾ പറയും. അപ്പൊ ഇവര് പലിശനെ കച്ചവടത്തിനുള്ള ഖിയാസാക്കിയതോ അല്ല കച്ചവടത്തിനെ പലിശനുള്ള ഖിയാസാക്കിയതോ? എന്താ ഇവിടെ വാക്ക് നോക്കിയിട്ടൊന്നും സമസോറ അവർ പറഞ്ഞു, ഖൗലിന്റെ മഖൂലാണിത്, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ എന്ന് പറഞ്ഞത്. റിബയിലേക്ക് ഖിയാസാക്കിയിട്ടുള്ളത്. അപ്പൊ അസ്ല് റിബയാണെന്ന് വെച്ചിട്ട് അതിന്റെ ഖുർആൻ ഇവരുടെ വാദത്തിൽ കൊണ്ടുവന്നത് നേരെ, അതായത് തശ്ബീഹ് അക്സ്. മുഖ്തസറിൽ പറഞ്ഞില്ലേ, പട്ടാളക്കാർ ഇങ്ങനെ പോകുന്ന പാത മഹ്മ മുഖബറത്തിൻ അർജാഹു, അതിന്റെ പരിസരങ്ങൾ മുഴുവൻ പൊടി പോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചൊറുക്കളിലെ ബാബുപ്പുറം റോഡ് പോലെ. അപ്പൊ എന്തുകൊണ്ട് ഭൂമിന്റെ കളർ ആകാശത്തിന്റെ കളർ പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആകാശത്തിന് ഭൂമിന്റെ കളർ ആകാശത്തിന് പിടിക്കലില്ലേ? തിരിച്ചു വെക്കുക. അങ്ങോട്ട് എന്താ ബൽആമിനോട് പറഞ്ഞില്ലേ, ശൈത്താൻ അയാൾ അമീറാക്കി. ശൈത്താൻ ഇയാളെ പിൻപറ്റലല്ല, ശൈത്താന്റെ പ്രവർത്തനങ്ങൾക്ക് ഇയാളാണ് അമീർ എന്നാന്ന് ഒരു ഖിറാത്ത് പ്രകാരം. ഫഅത്ബഅഹു ശൈത്താനു എന്ന് പറഞ്ഞാൽ ശൈത്താൻ അയാളെ പിൻഗാമിയാക്കി. മറ്റേ ഫഅത്ബഅഹു ശൈത്താൻ, ശൈത്താൻ അയാളെ പിന്നാലാണ്. ഇത് തിരിഞ്ഞ ഇവരെന്താക്കി അസ്ല് റിബയാണെന്നാണ്. അതാ അപ്പൊ പലിശയെയും ബൈഇനെയും ഒരൊറ്റ ചരടിലാണ് ഇവർ കോർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? രണ്ടിലുണ്ട് ലാഭം. പലിശന് ഇവർ ഹലാലാക്കി, ഇസ്തിഹലാലോ കച്ചവടം ഹലാലാക്കിയതുപോലെ. ഒരു ദിർഹം കൊടുത്തിട്ട് 2 ദിർഹം വാങ്ങാം, അല്ല റിബ. ഇതുപോലെ ഒരു ദിർഹം വിലയുള്ള സാധനം കൊടുത്ത് 2 ദിർഹം നിങ്ങൾ കരസ്ഥാക്കുന്നില്ലേ? വഹഖുൽ കലാമി, കലാമിന്റെ നേർക്കുനേരെ പോക്ക് അഞ്ഞുകാല ഇന്നമൽ റിബ മിസ്ലുൽ ബൈഇ എന്നാണ്. റിബ ബൈഇ പോലെയാണ്. ഇല്ല അന്നഹു അലൽ മുബാലഗ, ഫനന്നതാക്കി മുബാലഗയാക്കി മാറ്റി. കാന്ന ലൗന അർളിഹി, ഭൂമിന്റെ കളർ സമാവും ആകാശത്തിന്റെ കളർ പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. പൊടിപടലം കയറിയിട്ട് ആകാശം എന്താക്കി ആ ചുവപ്പ് കളറിൽ അസിലായി. എന്നിട്ട് ആകാശത്തിന്റെ കളർ ഭൂമിക്ക് പറഞ്ഞു എന്നാന്ന് പറഞ്ഞു വന്നത്. പിന്നെ അവർ പലിശനെ ഹലാലാക്കി ഏറ്റിക്കാത് ചെയ്തു. ഹൈസു ദന്നു അന്നഹു അസ്ലുൻ, അത് അസ്ലാണ് എന്ന് വിചാരിച്ചു. അവർക്ക് താമ്പാടെ തീർന്നു. അപ്പൊ ഇത് കൂട്ടി മതിയാൽ എന്താകും? എല്ലാം മറ്റൊരു കോലാൻ തോന്നുന്നു. ഇത് ആ തുടക്കം ഇത് അല്ലാഹുവിന്റെ ഹുക്മാണ്. അല്ലാഹു തആല ബൈഇനെ ഹലാലാക്കിയിട്ടുണ്ട്, റിബാൻ എന്താക്കി ഹറാമാക്കിയിട്ടുണ്ട്. അതിപ്പോ സിഫാഹ് നിക്കാഹ് ഒന്നാന്ന് പറയുള്ളൂ. അതാ അപ്പം വ്യത്യാസം പറഞ്ഞെന്താ? അല്ലാഹു തആല ബൈഇനെ ഹലാലാക്കി റിബാനെ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൈഫ യതമാസലാനി, അതിലെന്തെങ്കിലും സമമാകലി? വൽ ബൈഉ മുഹല്ലലുൻ ബിതഹ്ലീലില്ലാഹ്, ബൈഅ് ഹലാലാകുന്നത് അല്ലാഹു തആല ഹലാലാക്കിയോണ്ടാണ്. വൽറിബ മുഹറമുൻ ബിതഹ്രീമില്ലാഹി തആല, റിബ ഹറാമാകുന്നത് അല്ലാഹു ഹറാമാക്കിയതാണ്.
അപ്പൊ ഹുക്കുമ ഷറഅ് വരുന്നതിന് മുമ്പ് ഹുക്കുമില്ല. മറ്റത്തിലേക്കുള്ള പറയും ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഹുക്കും ഉണ്ടാക്കാന്നാണ്. അത്ര വലിയ ബുദ്ധിയുടെ വേണ്ട. അങ്ങനെ ബുദ്ധി ഹുക്കുമുണ്ടാക്കല് മീനയിൽ കല്ല് ഇറക്കിയിട്ട് ജംറയെ കൊണ്ടുപോയി അറിയണം ഏത് ബുദ്ധി കിട്ടലെന്ന് പറഞ്ഞിട്ട് മീനയിൽ നിന്ന് 7 കല്ല് വറക്കുക. എന്താ കല്ലോടെയും കിട്ടിയിട്ട എന്നിട്ടോ ജംറയെ കൊണ്ടുപോയി ചെറിയ ഇന്ന സമയത്ത് എറിയണം. ഇതിനിടെ കൂടി ബുദ്ധിമുട്ടിട്ടുണ്ട്. فمن جاءه موعظة من ربه فانتهى അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള മൗഇദത്ത് വന്ന് ഇത് ഹറാമാണ് എന്നുള്ള ഫമൻ ബലഗഹു വഅദുൻ വസജ്റുൻ വന്നിട്ട് റബ്ബിന്റെ വക്കൽ നിന്ന് ഫന്തഹ എന്ന് പറഞ്ഞാൽ അവന്റെ പലിശ പരിപാടി അവസാനിപ്പിച്ചു. ഒട്ടും വൈകാതെ എന്നിട്ടിന് ഫന്തഹയുടെ പാനോൾ പിടിച്ചു. എന്നിട്ടോ അല്ലാഹു തആല വിരോധിച്ച ആ വിരോധത്തിന് പിൻപറ്റി ചെയ്തുകൂടാ. അപ്പൊ കഴിഞ്ഞിടത്തോളം പണികൾക്കാക്കി വിട്ടുകൊടുത്തു. കുറെ കൊല്ലം കഴിഞ്ഞു പോയതെല്ലാം പോയി. അത് അതാ ഹുക്മ വരുന്നതിന് മുമ്പ് കഴിഞ്ഞല്ലേ. ഹറാമാകൽ ഇറങ്ങുന്നതിന് മുമ്പാണ് ആ ഇടപെടക്കം നടന്നത്. ഇനിയോ ഇവൻ അവസാനിപ്പിച്ചതിന് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിന്റെ ആ വഅദ് സ്വീകരിച്ചുകൊണ്ടും നല്ല നിയ്യത്ത് കൊണ്ടാണ് അവസാനിപ്പിച്ചതെങ്കിൽ നല്ല മൂല്യം കിട്ടും. വഖീല യഹ്കുമു ഫീ ശഅനിഹി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അതിന്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കും. വലൈസ മിൻ അംരിഹി ഇലൈക്കും ശൈഅൻ അപ്പൊ കഴിഞ്ഞിടത്തോളം കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഫലാ തുതാലിബൂഹു ബിഹി അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കണ്ട. ഹുക്മ വന്നതിന് ശേഷമേ നോട്ടുള്ളൂ. ഇനി വമൻ ആദ നേരെ എതിരി വമൻ ആദ റിബയിലേക്ക് മടങ്ങി മുസ്തഹില്ലൻ ബഅദ നഹിയിന് ശേഷം അത് ഹലാലാക്കിക്കൊണ്ട് തമസ്തഹല്ല ഖബ്ലഹു നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഹലാലാക്കിയിട്ടുണ്ടല്ലോ എന്നതുപോലെയാണെങ്കിൽ ഫൗലൈക അസ്ഹാബുൻ നാർ. അതിനെ മുസ്തഹില്ലൻ എന്ന് കിടക്കുന്നു. എന്നെങ്കിലേ ഖുലൂദുൻ നാർ ഉണ്ടാവുള്ളൂ. ഖുലൂദുൻ നാറല്ല ഇതിന്റെ ഫല പറഞ്ഞത്. ഫൗലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ എന്നുള്ള ഖുലൂദാകണം മുസ്തഹില്ലാവണം. أي ملازمها هم فيها خالدون ماكثون أبدا. ഇനി പരീക്ഷയുടെ സ്വഭാവം മാറി. യംഹഖുല്ലാഹു റിബാ റിബാനെ അല്ലാഹു തആല മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ അൽ മഹഖു മഹഖ യംഹഖുന മഹഖുണ്ടല്ലോ. നുഖ്സാനു ശൈഇ ഹാലൻ ബഅദ ഹാലിൻ ദിവസം കഴിയുന്നിടത്തോളം നുഖ്സാനാകും. തേഞ്ഞ് മാഞ്ഞുകൊണ്ടേയിരിക്കും. ദിവസം കഴിയുന്നിടത്തോളം ഇവ തടി പിന്നോട്ട് എന്ന് പറയുന്നില്ലേ പറഞ്ഞുകൊണ്ട് വരും. പിന്നെ ക്രമേണ മുഴുവനും എന്തായി അതില്ലാണ്ടാകല്ല. ഇതാണ് മഹക്ക് എന്ന് പറഞ്ഞത്. ഈ കമാഫി മഹാക്കി ഷഹിദ്. അതുകൊണ്ടാണല്ലോ ഈ കറുത്ത വാവ് വരുമ്പോൾ മാസം എന്താക്കി ഇങ്ങനെ മൈനസ് ചെയ്ത് 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 അവസാനം ഒരു നൂലും വര പോലെ മാത്രം ബാക്കിയാവില്ല. ഇതിനെ നോക്കിയാൽ കാണാത്തതിലേക്ക് വഹുവ ഹാലു ആഖിരി റിബ. ഇതാണ് പലിശ വാങ്ങുന്നവന്റെ ഹാല്. എന്താക്കും ഫഇന്നല്ലാഹു യുദ്ഹിബു ബറകതഹു. അതിന്റെ ബറകത്ത് അല്ലാഹു ദൂരീകരിച്ചിട്ട് തേഞ്ഞ് മാഞ്ഞ് 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 സാധാരണ പറയും കത്തി അണച്ച കല്ല് പോലെയാണ് എന്നാലും അറിയാറുണ്ട്. കത്തി അണക്കുന്ന കല്ലുണ്ടാവുമല്ലോ. അതൊക്കെ അണക്കുന്തോറും ഇതിങ്ങനെ പൊടി മുഖേണ്ടി അല്ല. കഷായത്തിന്റെ കുറ്റിമരുണ്ടല്ലോ ഇങ്ങനെ തറിക്കുന്ന ഈ കഷായത്തിന്റെ ഇങ്ങനെ തയ്ക്കുന്ന ഇതുണ്ടല്ലേ. അത് ആദ്യം വെക്കുമ്പോൾ ഒരു 5 ഫീറ്റൊക്കെ നേരെ നിങ്ങളുണ്ടാവും. അവസാനം കത്തി കത്തിച്ച് കുറെ ഭാഗം കലക്കി പിടിച്ചിട്ടുണ്ടോ അല്ലേ ഡോക്ടർ പറഞ്ഞിട്ട്. പക്ഷെ അന്നേരം പറയുമോ എല്ലാവരും വയറ്റിലും പോകാൻ പറ്റിയ സാധനം മരമായിട്ട് നിർത്തുള്ളൂ എന്നാണ് അതിനെ പറ്റി പറയില്ലേ. എല്ലാ കഷായത്തിലും ചേരാവുന്ന ഒരു സാധനമാണ് അവിടെ വെക്കുള്ളൂ എന്നാ പറയപ്പെടില്ലേ. ഉള്ളത് പറയല്ല അങ്ങനെ പറഞ്ഞിട്ട് നമ്മ എല്ലാ ഫീൽഡിലും കൈ അടച്ചിരുന്നു.
അപ്പൊ എന്താക്കും വയുഹ്ലികുൽ മാലല്ലദി യദ്ഖുലു ഫീഹി, പലിശ ഏതിലാണോ കടന്നത് ആ മുതലിനെ എന്താക്കും അല്ലാഹു തആല ഹലാക്കാക്കി കളയലാണ്. എന്നാൽ സദഖ നേരെ മാറ്റാം. സദഖാത്തിനെ അല്ലാഹു തആല വളർത്തി വളർത്തി വികസിപ്പിച്ചെടുക്കലാണ്. യുളാഇഫു സവാബഹാ വയബാരികു ഫീഹാ, അതിന്റെ സവാബിനെ അല്ലാഹു തആല ഇരട്ടിയാക്കുകയും അതിൽ ബറക്കത്ത് ചെയ്യുകയും ചെയ്യും. വയസീദുൽ മാലല്ലദി യുഖ്രിജത മിൻഹു സദഖ, സദഖ അതിൽ നിന്നാണോ കൊടുത്തത് ആ മാലിനെ അല്ലാഹു തആല വർദ്ധിപ്പിക്കും. അതിന്റെ ഉദാഹരണം റളിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യഖ്ബലു സദഖത വയുറബ്ബിഹാ, സദഖനെ അല്ലാഹു തആല കബൂൽ ചെയ്യും, അത് വർദ്ധിപ്പിക്കും. ഏതുപോലെ കമാ യുറബ്ബിഹദകും മുഹറഹു, നിങ്ങളെ വളർത്തിന്റെ ചെറിയൊരു മൃഗമുണ്ടല്ലോ, ആടോ ഇതെല്ലാം ഒട്ടകോ എന്തോ ആട്ടെ, അതിന് കിട്ടിയാൽ ഇങ്ങനെ വളർത്തി 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 ഇന്നാൾ ഫലൂബഹു എന്ന് മറ്റേ ഹദീസിൽ ഓതിയിട്ടുണ്ടല്ലോ. ഇതാണ് സദഖന്റെ ഹാല്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം, ഭയങ്കര കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? മുസ്രിൻ അലാ തഹ്ലീലിൽ മുഹറമാത്ത്, മുഹറമാത്തിനെ ഹലാലാക്കുന്നതിന്റെ മേലെ തന്നെ ഉറച്ചിരിക്കുന്ന, അതായത് എത്തിക്കാതാലും ഹേലാലും എന്താക്കി ഉറച്ചിരിക്കുന്നവർ തന്നെ അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല. അസീം എന്ന് പറഞ്ഞാൽ മുൻ ഹമിക്കും ഫിർത്തിക്കാതിഹ, അവ രണ്ടുമല്ല. ഇനി ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ആമനു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വസിച്ചു? എല്ലാവർക്കും അറിയാം, ബില്ലാഹി വറസൂലിഹി വബിമാ ജാഅഹും ബിഹി, അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചു, തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും വിശ്വസിച്ചു. വഅമിലുസ് സ്വാലിഹാത്തി ഐ ത്വാഅത്ത്, അമസാലിഹത്തിന്റെ ബാബിന്റെ പണ്ടേ ഉണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടൊരു കാര്യം അമ്രോ നഹിയോ പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? സാലിഹ അമലിൽപ്പെട്ടതായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചു, മുഅ്മിനീങ്ങളെ ഓയ് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സലാത്തും സലാമും ചൊല്ലുക. എന്തായി? അമൽ സാലിഹാത്ത്. ഫർദാകും ചിലപ്പോൾ അസൽ ഫർദായിരിക്കും. കാരണം റബ്ബുൽ ആലമീനായ അല്ലാഹു എല്ലാം കൊടുത്തിട്ട് പോറ്റി വളർത്തുന്ന ഒരു അബദിനോടെ കൽപ്പന, രാജകൽപ്പനയാണെന്ന് അറിയാം, രാജകൽപ്പന. അപ്പൊ രാജകൽപ്പനന്റെ അസൽ എന്തായിരിക്കും? ഫർദാണ്. അതിനാണല്ലോ ജമുൽ ജാമിയിലൊക്കെ പറയുന്നത്, ഏത് എല്ലാ അമ്രിന്റെയും ഹഖീഖത്ത് എന്താണ്? ഫർദാണ്. എല്ലാ നഹിയുടെയും അസൽ എന്താണ്? ഹറാമാണ്. പിന്നെ വേറെ ദലീല് കൊണ്ട് സുബൂത്താകും ഇതിന് ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് വേറെ ദലീല് വന്നാൽ എന്താക്കും? അത് കുറച്ച് അളവ് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാം ഫർദാണ്. ഉസൂൽ അങ്ങനെ പോവുക. ഇനി ചിലപ്പോൾ ചില അവസരത്തിൽ ഫർദാകും, ചില സുന്നത്താകും. ഇപ്പൊ സലാത്തുള്ള ഫർദാവോടെ അത്തഹിയ്യത്തുലി തങ്ങളെ പേര് കേട്ടാൽ അത് 5 ഹുക്മ ബാധിക്കുമല്ലോ. അല്ല, എത്ര? 4 ഹുക്മ. 4 ഹുക്മ. ഫർദ് ഐനാകും, ഫർദ് കിഫായിയാകും, അബഅദ് സുന്നത്താകും, സുന്നത്തും മുഅക്കദയാകും. ഹറാമ കറാഹത്താകുന്ന പ്രശ്നമില്ല. 4 ഹുക്മ. 4 ഹുക്മ ഒരേ അവസരത്തിൽ ബന്ധിക്കുന്ന ഒരു അമൽ സലാത്തിലാണ്. ഇനി പറയട്ടെ, അമിലുസ് സാലിഹാത്തിൽ അഖാമുസ് സ്വലാത്ത പെട്ടില്ലേ? അല്ലേ? പിന്നെ ആതവുസ് സക്കാത്തി പെട്ടില്ലേ? ആമിലി. അപ്പൊ ആമിന് ശേഷം ഖാസ് പറയുന്നത് അതാണ്. വഅഖാമുസ് സ്വലാത്ത തഖ്സീസുഹുമാ ബിദ്ദിക്രി, നമസ്കാരവും സക്കാത്തും എന്താക്കി എടുത്തു പറഞ്ഞു പ്രത്യേകം. ബഅദന്ദിറാജിഹി മാ ഫി സ്വാലിഹാത്ത്, അഅമാലുസ് സ്വാലിഹാത്തിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്നു. അത് ലിഇനാഫതിഹിമാ അലാ സായിരിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ മറ്റ് അമലിൽ നിന്ന് അത് ഉയർന്നു നിൽക്കുന്ന വലിയ പദവിയുള്ളതായതുകൊണ്ടാണ് എടുത്തു പറഞ്ഞു. അഖാമുവിന്റെ മുകളിൽ അത്തഫയും എന്താ? ആതവൂന്നാ വായിക്കുന്നത്. ആതൗ എന്നായിരിക്കും. ആതൗ എന്ന് പറയുമ്പോൾ മുസ്ലിം ഹംസ കളയും, എന്താക്കും? ബാബിന്റെ തമ്മൂരും ആത ആത ആതൗ. അതെ, അത് തിരുത്തേണ്ടി വരും. അത് അങ്ങനെയാ കാണുന്ന പറഞ്ഞിട്ട് ഭാഷ ഓടിച്ചാലാവൂല. അതുപോലെയല്ലേ 2 പാർട്ടി കണ്ട പോലെ വായിക്കണമെന്ന് ഉള്ള പോലെ വായിക്കണമെന്ന് 2 തായ്ഫത്താണ് ഇപ്പൊ ഉള്ളത്. കണ്ട പോലെ വായിക്കണം, പണ്ടും പണ്ടേ കണ്ട പോലെ വായിക്കുക, ഉള്ള പോലെ വായിക്കുക. എന്താ വേണ്ടി?
അല്ല ഗസാലിമാൻ പറഞ്ഞ കണ്ട പോലെ വായിച്ചില്ലെങ്കിലും ഫഖദ് നല്ല തലഹലം വായിതാണ് നെഹ്യയിൽ പറഞ്ഞത്. നെഹ്യ കഴിയപ്പല്ലേ, അയ്യ തെളിവല്ലല്ലോ, പണ്ടും പണ്ടിയാ തെളിവ്. അറബി ഭാഷക്കെതിരാണ് ഏത്? അഖാമു എന്നുള്ളത് മാദിയാ ഫിഅല് ഖബരിയായ ജുംലയാണ്. ആത്തു എന്നുള്ളത് അമ്ര, അമ്രിന് എന്താക്കൂല, മാദിയാ ഫിഅലിനെ വിളത്തമാക്കൂല. അത് ശരിയാക്കലല്ലേ. ലഹും അജ്റുഹും, അവർക്ക് അവരുടെ അജ്റുണ്ട്. അജ്റുഹും എന്ന് പറയുമ്പോൾ ഈ അജ്റ് ഓർക്കെന്തോരം അവകാശം, ഓറജ്റ് അങ്ങനെ ഇവർക്ക് അവകാശം ഉണ്ടാവും. അൽ മൗഊദ് ലഹും, അള്ളാഹുവിന്റെ ഫദ്ലാല് വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്ന് അർത്ഥമുള്ളൂ. എല്ലാം മറ്റേ ശരിയാവും. പണിയെടുപ്പിച്ചാൽ പോലെ കൂലി കൊടുക്കണമെന്നോ, പടച്ചു കിടക്കിയാൽ പോലെ എല്ലാം അസ്സലാം സലാഹല്ല ചെയ്തു കൊടുത്തോളൂ. അങ്ങനെ എന്തില്ല, വലാ ഹഖ്ക അലൈക ലിമഖ്ലൂഖ്, പടക്കൽ തന്നെ കൊന്നില്ല. ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം, അപ്പൊ ഖൗഫ് എന്തിലാണ്? മിൻ മക്റൂഹിൻ ആതിൻ, ഭാവിയിൽ വരാൻ പോകുന്ന ഭയാനകമായ രംഗം. വലാ ഹും യഹ്സനൂൻ, ഹുസ്നൗലിയാ മിൻ മഹബൂബിൻ ഫാത, അപ്പം വരാൻ പോകുന്നതിലായിരിക്കും ഖൗഫ് ഉണ്ടാകുക, കഴിഞ്ഞു പോയതിലായിരിക്കും ദുഃഖം ഉണ്ടാകുക. ഇതല്ലേ ആങ്സൈറ്റി, ഡിപ്രഷൻ. ഡിപ്രഷൻ എന്താണെന്ന് കഴിഞ്ഞ വിഷയത്തിലാണ്. ആങ്സൈറ്റി മുമ്പിലാണ്. അപ്പൊ ആങ്സൈറ്റി, ഡിപ്രഷൻ, കത്തിരിയന്റെ ഇങ്ങനത്തെ രണ്ട് ഇലതാണ്. അതിൻ്റെ ഇടയിൽ കൽബങ്ങ് വെച്ചു കൊടുത്താൽ മുറിച്ചിട്ടും തരും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, രണ്ടും പ്രിയ. വഅലം അന്ന ആകില റിബ, പെലിശന തിന്നുന്നൊരു ഉദാഹരണം, ജൂഅൽ കലബ് എന്ന് പറഞ്ഞ ഒരുതരം വിശപ്പാണ്. എന്ത് തിന്നാലും, ലോകം മുഴുവൻ തിന്നാലും എനിക്ക് വെയ്പ്പിടില്ല, പോരാന്ന് വരും. അപ്പൊ ഫയകുലു വലാ യശ്ബഉ, തിന്നും വിശപ്പ് മാറൂല. ഹത്താ യന്തഫിഖ ബത്നുഹു, അങ്ങനെ നിറച്ചുണ്ടാക്കി ഭാരങ്ങനെ വിൽക്കാൻ തുടങ്ങി. വയസ്ബുൽ അലൈഹി, പിന്നെ എടുത്ത കൊന്നാത്ത ഭാരമായി. ഫകുല്ലമാ യഖൂമു, എണീച്ചു നിൽക്കുന്തോറും യസ്റഉ, വീണു പോകും. അവനെ തള്ളിയിടും. ഫിഖലു ബത്നിഹി, വയറ്റിന്റെ കനം. ഫകദാ ഹാലു അഹ്ലി റിബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതാണ് അഹ്ലു റിബയുടെ അവസ്ഥയാണ്. ഇപ്പോൾ അല്ലദീന യഖൂമൂന മുമ്പ് പറഞ്ഞത്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അർറിബ 72 ബാബൻ, 72 ഇനങ്ങളുണ്ട്. ഏത് റിബ? ഒറ്റൊന്ന് മാത്രമൊന്നല്ല. അതിന്റെ മിനിമം കാത്തിയാനി റജുലി ഉമ്മഹൂൻ, റജുലി ഉമ്മാനെ വിഭജിക്കും പോലെയാണ്. യാനി കർജിനാബി ഉമ്മി വലിയാദു ബില്ലാഹ്. എന്താണ് കൊല്ലു ദിവിഹിൻ, എന്താണ് കൊല്ലു ദൈനി ജർറ നഫ്അൻ ഫഹുവ റിബ. ഒരു കടം കൊടുക്കുന്നു, ആ കടം കൊടുക്കലിലൂടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ലാഭം ഉണ്ടെങ്കിൽ പരിശീലിക്കും. അതിൽ ഇമാം നവവി പറഞ്ഞത്, നമ്മുടെ കയ്യിൽ 1000 റുപ്യ ഉണ്ട്, ഇത് കീശയിലിട്ടാണ് ആ പോക്കറ്റ് അടിക്കപ്പെടുമെന്ന് പേടി, ഇതിനെക്കാത്ത് നോക്കണ്ടേ. ആ പെട്ടെന്ന് ഒരാൾ ഇത് കഴിക്കുന്നു, എല്ലാ കുറച്ച് പൈസ കടന്നില്ല, അത്ര 1000 റുപ്യ ഉടനെ കൊടുത്തു. എന്താന്ന് അവനോടുള്ള കാരുണ്യ വായ്പ കൊണ്ട് കൊടുത്തല്ല, ഓന്റെ മേലെ ചാർത്തി കൊടുത്ത നാട്ടിൽ നിന്ന് വയ്യ വാങ്ങി, ഇത് സംരക്ഷിക്കാനുള്ള പണി ലാഭം കിട്ടും. പലിശ കാലയെ കൂടി വാങ്ങിയിരിക്കുന്നു എന്നാ പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് പലിശ വാങ്ങി ഓനെ ഉപയോഗപ്പെടുത്തി. മിന്നാജി തന്നെ ഇല്ലത്. അതുകൊണ്ട് ഈ കൗലിനൊരാൾ കേട്ടിട്ട് തൗബ കൊണ്ട് ഉടനെ മുന്നിട്ട് ഇലാ ബാബിൽ മൗലൽ കരീം, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക്. ذلك لمن كان له قلب او القى السمع وهو شهيد. അപ്പോൾ മൗഇദത്ത് കേട്ടിട്ട് ഉടനടിയായി തെറ്റിനെ പിൻവലിക്കുകയും അത് തിരുത്തുകയും ചെയ്യാന്നുള്ളത് പ്രത്യേക കൽബിന്റെ ഉടമകൾക്കേ കഴിയുള്ളൂ എന്നാണ്. കൽബുൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കൽബാണ്. രണ്ടാമത്തെ കൂട്ടർ ഷഹീദ്, മറ്റൊന്നേതാണ്? ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ കേട്ടെങ്കിലേ കൽബിലേക്ക് കയറൂ, ദൈവം ഒന്നും കയറൂല. അല്ലെങ്കിൽ അസ്കൊള്ള മറ്റത്തെ കൂടി പോയാൽ പലിശ കയറാം. അടന്തോ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പലിശ കയറെങ്കിൽ ആയിരിക്കും ഒന്നാമത്തെ കൽബ് കേൾക്കും. ഒരാൾ കടം കൊടുത്ത് ബിശർത്തി അഞ്ഞറുദ്ദ അലൈഹി അഫ്ദല, അതിനേക്കാൾ മെച്ചമുള്ളത് തരണം, അഫ്ദൽ തരണം എന്ന് പറഞ്ഞാൽ
കടമാണ് ജർറ മൻഫഅത്തൻ, മൻഫഅത്തിനെ വിളിച്ച് അതിൽ തന്നെ ഉണ്ടെന്നില്ല. വകുല്ലു ഖർദിൻ ജർറ മൻഫഅത്തൻ ഫഹുവ റിബ. അതാണ് ലാഭിക്കും. ഏത് കറുതും മൻഫഅത്തിനെ വലിക്കുന്നുണ്ടോ അത് പലിശയാണ്. പല കിതാബുണ്ട്. നിബൻ നഖദ്, നിബൻ നസിയത്ത്, അങ്ങനെ ഫിഖിന്റെ കിതാബിൽ ഒരുപാട് ഉണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഖൂ അൻഫുസക്കും നികാബഹു. ഖൂ എന്ന് പറഞ്ഞതിന്റെ മഫ്ഊലാണ് അൻഫുസക്കും ഒന്നാം മഫ്ഊൽ, ഇഖാബഹു രണ്ടാം മഫ്ഊൽ. അവന്റെ ഇഖാബിനെ കാത്തോ. എന്നിട്ടോ വദറൂ മാ ബഖിയ മിനൽ റിബാ, റിബയിൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കിയോ. പിന്നെ അതിനെപ്പുറം ചോദിക്കാൻ പാടില്ല. പെൻഷന്റെ കണക്കിൽ തനിക്ക് കിട്ടാനുണ്ടല്ല. ആരോടെങ്കിലും പലിശയുമായി ഇടപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടാനുള്ള സംഖ്യ ഉണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം. എപ്പോഴും ഇൻകുന്തും മുഅ്മിനീങ്ങളാണെങ്കിൽ. ഏത് മുഅ്മിനീൻ? അലൽ ഹഖീഖ, യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ ഫഇന്ന ദാലിക, അപ്പോൾ യഥാർത്ഥത്തിലുള്ള മുഅ്മിനാവൾ മുസ്തൽസിമുൽ ഇംതിസാലി മാ ഉമിർതും ബിഹി, കൽപ്പിക്കപ്പെട്ട കാര്യം അനുസരിക്കുന്നതിന് ലാസിമാക്കുമല്ലോ. അൽബത്ത, സംശയമില്ല. ഇവര് പറയുന്നു ഫഇല്ലം തഫ്അലൂ, അപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു താക്കീത്, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ വക്കൽ നിന്നും റസൂലിന്റെ വക്കൽ നിന്നുമുള്ള ഒരു യുദ്ധം നിങ്ങൾക്ക് വരുന്നുണ്ട്, അതിനെ നേരിടാൻ തയ്യാറായിക്കോളീൻ. ഹർബ് ഫഅ്ദനൂ എന്ന് പറഞ്ഞാൽ ഫഅലമൂ മൻ അദിന ബിൽ അംരി ഇദാ അലിമ ബിഹി. ഫഅ്ദനൂന്റെ അർത്ഥമാണ് ഫഅലമൂ. അതെന്തിന് പിടിച്ചാണ് മിൻ അദിന ബിൽ അംരി എന്ന് പറയും. മനസ്സിലായില്ല? ഈ ഫഅ്ദനൂന്റെ മാനയാണ് ഫഅലമൂ. അതെന്തിൽ നിന്ന് പിടിച്ച്? മിൻ അദിന ബിൽ അംരി, ഒരു കാര്യം കൊണ്ട് പ്രഖ്യാപിച്ച ഇദാ അലിമ ബിഹി, അതുകൊണ്ട് അറിയിച്ചാൽ. കണ്ടോ? അപ്പൊ അത് ബി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഹർബ് വരാൻ പോകുന്നുണ്ട് എന്നെന്താക്കി കാലം കൊണ്ട് വിവരം കൊടുത്തു. ഹർബിന്റെ ഒരു പ്രത്യേക ഇനമാണത്. അലീമിനത് വമ്പിച്ചതായിരിക്കും. കായിനമ്മിനല്ല, അള്ളാന്റെ മക്കൾ നിന്ന് തന്നെ സംഭവിക്കുന്നതാണ്. അവിടെ ശത്രുക്കളൊന്നും വന്നിട്ട് യുദ്ധം ചെയ്യില്ല. റസൂലി, അള്ളാൻ റസൂലിന്റെ മക്കൾ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅദാബിൻ മിൻ ഇൻദിഹി. കണ്ടാ, റസൂലിന്റെ ഹർബ് എങ്ങനെയാ? ഖിതാൽ. ചിലപ്പോ എന്താക്കും, അള്ളാഹു യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഫലമ്മാ നസലത്, ഈ ആയത്തിറക്കിയപ്പോൾ ഖാലത്ത് സഖീഫ വതറകാർ ബന്നു ലാ ത്വാഖത ലനാ ബിഹർബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധം നമുക്ക് നേരിടാൻ നമുക്ക് സാധിക്കൂല. ഇതുപോലെ വേറൊരു ഹർബാണ് ഉള്ളത്. മന്നാദാലി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ വലിയ ശല്യം ചെയ്താൽ യുദ്ധം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ രണ്ട് സ്ഥലത്താണ് അള്ളാഹുവിന്റെ യുദ്ധം. വഇൻ തുബ്തും, നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, മിനൽ ജിബാന തൊട്ട് മഅൽ ഈമാനി ബി ഹുർമതിഹി, അത് ഹറാമാണെന്ന് അറിയലോടുകൂടി തന്നെ. എന്നാൽ ബഅദമാ സമിഅ്തുമൂഹു മിനൽ വഈദ്, വഈദിനാൽ അതിനെ പറ്റി കേട്ടില്ലേ? ഫലക്കും റഊസു മാലിക്കും, അതിലെ ക്യാപിറ്റൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അസ്ല മുതലുണ്ടല്ലോ. തഖുദൂന ബിഹാ കാമിലതൻ എന്ന് ഓർക്കണം. അല്ല, നിങ്ങൾ ഇട്ട പൈസ ഓർമ്മ ഉണ്ടാവില്ല, റസീറ്റ് വന്നിട്ടുണ്ടാവില്ല. ഏത് ബാക്കി അവിടെ കിട്ടും. ലാ തദ്ലിമൂന ഖുറമാഅക്കും, നിങ്ങൾ ഖുറമാഇൽ നിങ്ങൾ ദുൽമ ചെയ്യൂല. എങ്ങനെ? ബി ആഖിദി സിയാദ, സിയാദത്ത് വാങ്ങിയിട്ട്. വലാ തുദ്ലമൂന, ഖുറമാഇന്റെ വക്കൽ നിന്ന് നിങ്ങൾക്ക് ദുൽമ സംഭവിക്കൂല. അൻതും മിൻ ഖിബലിഹിം ബിൽ മതൽ, അങ്ങനെ തരാതെ കണ്ട് ഖുറമാ കടക്കാറ് ഇടപാടാറില്ല. വന്നഖ്സിയാൻ റഅസുൽ മാല്, റഅസുൽ മാല് കുറച്ചാൽ നിങ്ങൾക്കല്ലേ നഷ്ടം. രണ്ടും ചെയ്യണ്ട. ഇനി പറയട്ടെ, ആ കടക്കാരെന്തായി വലിയ പ്രയാസം നേരിട്ട ആളാണ്. നമുക്ക് ഞെരുക്കമുള്ള ആള്.
വൽ ഇഷാർ, ഈ ഞെരുക്കം എന്തുകൊണ്ടാകാം? ബിൽ ഇഅദാമി, ഒന്നുകിൽ ഇല്ലാത്തതുകൊണ്ടാകും. ഔ കസാദുൽ മതായി, അല്ലെങ്കിലോ ചരക്കൊന്നും വിറ്റുപോകാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കടമ എന്താണ്? നദിറത്താണ്, പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. എടുക്കടാ പഠിക്കടാ എന്നിട്ട് ആ ടച്ചോണ്ട് മുറ്റോണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഫൽ ഹുക്കുമു, അപ്പൊ ഫനദിറത്തുൻ എന്നുള്ളത് എന്താണ്? ഫൽ ഹുക്കുമുന്റെ ഖബറാണ്. ഫൽ ഹുക്കുമു നദിറത്തുൻ, ഒരു പ്രതീക്ഷയാണ്. വഹിയ മിനൽ ഇൻദാരി വൽ ഇൻഹാൽ, കാത്തിരിക്കൽ. അതേപോലെ ഇലാ മൈസറ, എളുപ്പം വരുന്നത് വരെ. ഇങ്ങനെ പറയുന്ന വാൻ തസദ്ദഖൂ, നിങ്ങൾ എന്താക്കുന്ന പട്ടങ്ങൾ സദഖയായിട്ട് കൊടുക്കണം. പോട്ട് എഴുതി തള്ളുന്നില്ല അറിയാം. ഐ വതസദ്ദഖും ബിസ്ഖാത്തിദ്ദൈനി കുല്ലിഹി, കടമൊന്നും വേണ്ട. അമ്മൻ നസ്റമിനൽ ഖുർമാ, ഖുർമായിനാൽ ഞെരുക്കം ബാധിച്ച ആളുകൾക്ക്. ഔ ബിത്തഖീരി, അല്ലെങ്കിൽ തഖീർ കൊണ്ട്, അല്ലെങ്കിൽ കാലാവധി എല്ലാവരും ഒന്ന് കുട്ടികൾ എന്നാ ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. അക്സർ സവാബ് ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ഇതെല്ലാം അറിയുന്നവരാണെങ്കിൽ. അതിനാ ഇൽമു വേണം എന്ന് പറയും. ഇൻ കുൻതും തഅലമൂൻ എന്നൊരു ഷർത്തില്ല ഇവിടെ. ജവാബുഹു മഹ്ദൂഫുൻ, അതിന്റെ ജവാബ് ഇൻ കുൻതും തഅലമൂൻ അന്നഹു ഖൈറുൽ ലക്കും, ഇത് ഖൈറാണ് നിങ്ങൾ അറിഞ്ഞാൽ എന്താക്കാം? അമൽ തമുഹു, നിങ്ങൾ അമലിൽ കൊണ്ടുവരുമല്ലോ. ഇതിലുണ്ട്, നിങ്ങൾ അറിഞ്ഞെങ്കിൽ ഖൈർ, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഖൈറില്ല എന്നല്ല അതിന്റെ വേന. ഖൈറാന്ന് അവിടെ ഉറപ്പിച്ച്. ഇൻ കുൻതും തഅലമൂൻ, ഇത് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ അമൽ ചെയ്യുമല്ലോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അൻദറ മുഅ്സിറൻ, ഞെരുക്കക്കാരൻ ഒരാളെന്താക്കി കാലാവധി അനുവദിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിഴിച്ചു കൊടുത്താൽ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. ഇനി വഫീൽ ഖർളി വൽ ഇദാന, കടം കൊടുക്കുന്ന വിഷയത്തിലുണ്ട് ഫളായിലു കസീറത്ത്, ധാരാളം ഫളായിലുണ്ട്. روي أن أبا ومات الباهلية رضي الله عنه رأى في المنام على باب الجنة, സ്വർഗത്തിന്റെ വാതിൽക്കൽ മക്തൂബൻ എഴുതി വെക്കപ്പെട്ടതായിട്ട് ആര് കണ്ട്? അബൂ ഉമാമത്ത് അൽ ബാഹിലി കണ്ട്. അൽ ഖർദു ബിസമാനി അശറ അംസാലി, ഈ കടം കൊടുക്കലെന്നുള്ളത് 18 ഇരട്ടിയാണ് സവാബ്. വസ്സദഖത്തു ബിഅശ്രി അംസാലിഹ, സദഖാദാനത്തിൽ 10, അപ്പൊ 8 കൂടിയില്ലേ? ഫഖാല, എന്നിട്ട് ചോദിച്ചു വലിമ ഹാദാ, ഇതെന്താ ഇപ്പൊ 8 കൂടിയതെന്നാണ്. ഫൗജീബ, അത് മറുപടി ബിഅന്ന സദഖത്തു റുബ്ബമാ വഖഅത ഫീ യദി ഗനിയ്യൻ, ചിലപ്പോൾ സദഖ പെട്ടത് ഗനിയിന്റെ പേരിലാകാം, ഉള്ളവന്റെ പേരിൽ കിട്ടാലോ. എന്നാൽ വഇന്ന സാഹിബൽ ഖർളി, കടക്കാരന് ലാ യഅതിക ഇല്ലാ വഹു മുഹ്താജുൻ, അവൻ നന്ന ദരിദ്രനായിരിക്കും വരും. അപ്പൊ കൂടെ ദരിദ്രമുള്ള ആൾക്ക് കൊടുത്തുന്ന അർത്ഥം. പഴയത് കടക്കാരും വെച്ചിട്ട് കടം വാങ്ങൽ തൊഴിലാക്കാത്ത ആൾക്കാർ. ആ മകൾക്ക് കടം വാങ്ങാൻ 1 ലക്ഷത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ബാങ്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങൽ എന്നുള്ളത് ഒരു ഹോബി. ഇവിടെ ചില ആൾ വരുന്നുണ്ട്, അതാണ് ഞാൻ 1 ലക്ഷം ഒരാൾ വാങ്ങുന്നുണ്ട്. കടം വാങ്ങുന്നത് നിസ്സാരം, അത്ര കൂട്ടർക്കല്ല ഈ പറയുന്നത്. വഅലം അന്നൽ ഇസ്തിദാനത, കടം ചോദിക്കല് ഫീ അഹ്വാലി സലാത്തി, 3 അവസരത്തിലാണ്. ഒന്ന് ഫീ ദുഅഫി ഖുവ്വതിഹി ഫീ സബീലില്ലാഹ്, ഓനാകെ പറ്റെന്തായി ക്ഷയിച്ചു പോയി, അല്ലാഹു ഫീ സബീലിൽ ഖുവ്വത്ത് പോയി. വഫീ തക്ഫീനി ഫഖീരിൻ മാത അൻ ഖില്ലത്തിൻ വഫഖിരിൻ, ഒരു ഫഖീറായ മനുഷ്യൻ മരിച്ചു നോക്കുമ്പോൾ അയാളെ സംസ്കരിക്കാനുള്ള തുണി വാങ്ങാനോ ഒന്നിനും പൈസ ഒന്നുമില്ല. അതിൽ തുടക്കത്തിൽ അങ്ങേയറ്റം ഗതികെട്ടാലേ ഇത് പറ്റുള്ളൂ. വഫീ നിക്കാഹിൻ, അതുപോലെ നിക്കാഹിന് യത്ലബു ബിഹിൽ ഇഫ്താൻ ഫിത്നത്തിൽ ഉസൂബത്തി, നല്ല ഉസൂബത്തി എന്നാണ് ദായിയാണ് വേണ്ടി. അവിടെ എന്താ ഉള്ളത്? നാലല്ല, ഹാല എന്നൊക്കെ നല്ല മാധുര്യം എന്ന് അർത്ഥം കിട്ടില്ല. മാഹുൻ നദബ്, നല്ല ഇതാണ് ഡെലിഷ്യസ് വാട്ടർ എന്നല്ലേ പറയുന്നത്. അതും ഫിത്നത്തി എങ്ങനെ നോക്കല്? അപ്പൊ ഉള്ളത് വായിക്കുക, കണ്ടത് വായിക്കുന്നില്ല. അത് ഡോക്ടർക്ക് സംശയിക്കണ്ട, ഇങ്ങനെ പല തിയറികളുണ്ട് ഇവിടെ. ഉള്ളത് വായിക്കുന്ന റാത്തീബുണ്ട്, കണ്ടത് വായിക്കുന്ന റാത്തീബുണ്ട്.
അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ അത് അതിന് ബേസിക്കലി കണ്ടതുപോലെ വായിക്കും, ഇപ്പൊ ഉള്ളതുപോലെ വായിക്കും. അടുത്ത വായിക്കണ്ടേ തന്നെ അവിവാഹിതനായാലുണ്ടാകുന്ന ഫിത്നയെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ നിക്കാഹ് ചെയ്യും, പൈസയില്ല. അപ്പൊ ഫയസ്തദീനു അയാൾ കടം വാങ്ങണം, മുത്തവക്കിലൻ അല്ലാഹുവിനെ തവക്കുലാക്കി വാങ്ങാൻ. പറയാൻ ചില വാക്കുണ്ടല്ലോ, അബുൽ നിഷാദുലി റളിയല്ലാഹു അൻഹുണ്ട് ഇവിടെ മറ്റേ ഇതിലില്ലേ മഫാഖിറുൽ അലിയ്യ. എന്നാൽ എളുപ്പത്തിൽ വീടാനുള്ള മാർഗം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കുന്നു. അത് അല്ലാഹ് ഇച്ഛിക്കുന്നു. പക്ഷെ എല്ലാം അല്ലാഹ് നിയത്ത് നോക്കൂ, ഇത് ഹോബിയാണോ കളിയാണോ ബിസിനസ് ആണോ, അവിടെ വാങ്ങാം, അത് ഇടുന്നപ്പുറം വാങ്ങി അന്നപ്പുറം പൈസ കൊടുക്കണ്ട. ഇതൊരു കളി തമാശയ്ക്ക് മാറിയില്ല. കടത്തിന്റെ ഗൗരവത്തിനെ സംബന്ധിച്ച് മാട്ടൂല ഒരു കൊല്ലം പഴന്ന് പറഞ്ഞത്, ഒരു കൊല്ലം മുത്തച്ഛലേക്ക്. അപ്പം അള്ളാന്റെ മേൽ തവക്കുലാക്കി ആ വാചകം പറഞ്ഞിട്ട് വല്ലാഹു തആല യഫ്തഹു അസ്ബാബിൽ ഖലാഖ്, അത് വീട്ടുവാനുള്ള അസ്ബാബിന്റെ വാതിലെല്ലാം അല്ലാഹു തആല തുറന്നു കൊടുക്കും. ഇനി കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ടായി അവളെന്താക്കാൻ ചെലവെല്ലാം ചുരുക്കണം, കൊച്ചിയും കരിച്ചൊന്നും വാങ്ങാൻ പാടില്ല. നിങ്ങളെന്നാ ചോറ് ചോദിച്ചത് ഹോട്ടലിൽ നിന്ന്, ചോറ്റിനത്തെ പൈസ 55 റുപ്യ, മറ്റെന്തൊക്കെ ചേരുവുണ്ടാവും, 60 റുപ്യക്ക് ഒരു കഷ്ടം മീൻ വാങ്ങി വെച്ചത്. അപ്പൊ എന്തായാലും ഡബിൾ പൈസ. അപ്പൊ 115 റുപ്യന്റെ ചോറ് കഴിക്കണ്ട, ആളുണ്ടാകും 20 റുപ്യക്ക് ചോറ് കൊടുക്കും. ഇന്നത്ര പൈസ കിട്ടും, 85 റുപ്യ ലാഭം കിട്ടും. അത് കടക്കാരൻ്റെ ഒട്ടിക്ക് ചേർക്കുക. ഇവിടുന്ന് അടിച്ച് സുഹൃത്തടിക്കുക, അപ്പൊ കടക്കാരൻ വെള്ളം പോക്കാന്ന് പറഞ്ഞ അർത്ഥമില്ല. ഇതൊക്കെ നിസ്സാരമാക്കി തള്ളീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കരിച്ചില്ല എന്നാ പറഞ്ഞു. നിക്കരിച്ചൂടാന്ന അർത്ഥത്തിനല്ല, തങ്ങൾ നിക്കരിച്ച എന്താ ഓരോ ചപ്പാത്തി സ്വീകരിക്കും. അവിടെ തങ്ങൾ കർശനമാക്കി അങ്ങനെയുള്ള സാധ്യത ഉള്ളപ്പം നമുക്കുണ്ടെങ്കിൽ ഞാൻ നിൽക്കൂല. പുസ്തകത്തിൽ ഒരുപാട് ഹദീസ് കാണത്തില്ല. ഒന്നെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ വകുപ്പുണ്ട് എന്ന് വാദിശീകൾ ഒക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ബാധ്യത ഏറ്റെടുത്താലേ ഞങ്ങൾ നിൽക്കുള്ളൂ. നിൽക്കാൻ പാടില്ല എന്ന അർത്ഥത്തിനല്ല. അങ്ങനെയാണ് ഹദീസിന്റെ ബാക്കിയുള്ളത്. നിങ്ങൾ നിൽക്കിട്ടുള്ളൂ, ഞാനില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാടില്ലാത്തതാണെങ്കിൽ മറ്റൊരാൾക്ക് അനുവാദം കൊടുക്കുമോ? ഏത് നേതൃത്വം? ഇവരാ നേതൃത്വമല്ലല്ലോ, തങ്ങൾക്ക് പ്രത്യേക നേതൃത്വം എന്താണ്? തങ്ങൾ അല്ലാഹു മഗ്ഫിർ എന്ന് പറഞ്ഞാൽ കൊടുത്തു കൊടുക്കൽ അല്ലാഹു തആല ഏറ്റത്. അതുപോലെ ഇപ്പോഴത്തെ നീ കിട്ടുന്നത് അതുകൊണ്ട് ഫഅലൽ ആഖിലി അൻ യഖ്ലിയ മാ അലൈഹി മിനദ് ദുജൂൻ, എന്ത് കടമുണ്ടെങ്കിലും അയാൾ വീട്ടിക്കൊള്ള, അത് ആഖിലിന്റെ കടമയാണ്. ഖിയാമത്ത് നാളിൽ ഇവന്റെ സുബൂനിയത്തുണ്ടല്ലോ, മോശത്തിന്റെ, പിന്നെ കൊടുക്കുക ഒരാരാ ചോദിക്കാൻ നമുക്ക് ചോദിക്കൂല, ഇങ്ങനെ കണ്ടിട്ട് കാത്തുക്കും. അതിന്റെ വബാലെല്ലാം പേടിക്കേണ്ടതുണ്ട്. വഹാദാലു മൻ ഹദ്ദൽ ഖർദ ഫഇന്നഹു യഹൂനു അലൈഹി ഫഹാദാ ഹാലു മൻ ഹദ്ദൽ ഖർദ ഫഇന്നഹു യഹൂനു അലൈഹി വദ്യൽ ഖർദ. ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരാളാണെങ്കിൽ കടം വീട്ടുന്ന വിഷയത്തിൽ അയാൾ ശ്രദ്ധാലുവായിരിക്കും. അതും ഇതെന്തെങ്കിൽ അത് അള്ളാന്റെ കടമാണ്, ഇത് അബ്ദിന്റെ കടമാണ്. വഅമ്മൽ മുർതകിബു താരിഖുൽ ഫറായിൽ, ഫർളിന്റെ വിഷയത്തിൽ ഒരു അനാസ്ഥയാണോ എന്ന ഫലാബാലി ഫിൽ ഫറായിദി ഫകൈഫ ബിദ്ദുയൂനി വൽ ഇഖ്റാം. പിന്നെ കടം വീട്ട ഖാലിഖിന്റെ ഹക്ക് വീട്ടാത്ത ആൾ ഖൽഖിന്റെ ഹക്ക് വീട്ടൂലല്ലോ, അതവിടെ തീർന്നു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് അവസാനം ഇറങ്ങിയ ആയത്താണ്. ഖുർആനിൽ ആദ്യം തുടങ്ങിയ ആയത്തേത് ഇഖ്റാ ബിസ്മി, അവസാനമായി ക്ലോസ് ചെയ്തത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അപ്പൊ വത്തഖൂന്റെ മഫ്ഊലാണ് ഇത് യൗമൻ, ഇതല്ലേ നസ്ബു, അത് ലർഫൻ. അപ്പൊ ആ യൗമിൽ നടക്കുന്ന ശിക്ഷയാണ് പേടിക്കേണ്ടത്, യൗമിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അല്ലേ? തഖ്ദിറുഹു വത്തഖു അദാബല്ലാഹി യൗമൻ എന്നാണ്. അല്ലെങ്കിലോ അത് തന്നെ മഫ്ഊലാക്കിയില്ല. വത്തഖു യൗമനെ തന്നെ മഫ്ഊലാക്കുക മഫ്ഊലൻ ബിഹി. അങ്ങനെ അതുണ്ട്. കഖൗലി ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ. അത് ഈ ആയത്തിലല്ല, മുസ്തമ്മില്ല ഉള്ളത്. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ. നിങ്ങൾ കുഫാറുകളാണെങ്കിൽ തത്തക്കൂന്റെ ബാക്കിയാണ് യൗമൻ. ഒരു യൗമിനെ എങ്ങനെയാണ് പഠിക്കല്? അപ്പൊ യൗമൻ തന്നെ മഫ്ഊലായി. ഐ തത്തഖൂന ഹാദൽ യൗമല്ലദീ ഹാദാ വസ്ഫുഹു മഅൽ കുഫ്രി ബില്ലാഹ്. കൈഫ തത്തഖൂന ഹാദൽ യൗമ. ഇതിന്റെ യൗമനം യകൻസ് ഹാദാ വസ്ഫുഹു. ഇത് പർവ്വതങ്ങൾ എന്താകും? ഹസീബം മഹീലായിട്ടെല്ലാം പൊടിഞ്ഞു വീഴും, ആകാശം പൊട്ടിക്കീറും എന്നൊക്കെയാണോ പറഞ്ഞ. അപ്പൊ കൈഫ തത്തഖൂന. അപ്പൊ നിങ്ങൾ ഇത് നിഷേധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തഖ്വ അള്ളാഹനെ പഠിക്കുക എന്ന് ചോദിച്ചില്ലേ? അതാ അതിനാണ് ഇൻ കഫർത്തിന്റെ വേലയാണ്. ചുരുക്കത്തില് തുർജഊന ഫീഹി നമ്മളായത്തിന്റെ ബാക്കി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി. ആ ദിവസത്തിൽ നിങ്ങളെ മടക്കപ്പെടും. പക്ഷെ തസീറൂന ഫീഹി ഇലല്ലാഹ്, അള്ളാഹനെ കൊണ്ട് ലിമുഹാസബത്തി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളെ ഹിസാബ് എടുക്കാൻ പറ്റും. ഓരോ നഫ്സിനും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. മിനൻ നഫൂസ് പൂർണ്ണമായിട്ട് കൊടുക്കും. മാ കസബത്, അവർ എന്താ പ്രവർത്തിച്ചത്. ജസാഅം മാ അമിലത് മിൻ ഖൈരിൻ ഔ ശർ. ഖൈർ ചെയ്താൽ അതങ്ങനെ, ശർ ചെയ്താണെങ്കിൽ അങ്ങനെ. വഹും ലാ യുദ്ലമൂൻ, അവർക്ക് യാതൊരു ദുൽമും ബാധിക്കൂല. എന്നുവെച്ചാലോ ഇല്ലാത്ത കുറ്റം അവരെ മേൽക്കെട്ടി ചമക്കൂല, എല്ലാ ഖൈറാത്ത് കുറക്കൂല, കൂലി കുറക്കൂല, ശിക്ഷ വെറുതെ കൊടുക്കൂല. ലാ യുൻഖസൂന മിൻ സവാബിഹിം വലാ യുസാദൂന അലാ ഇഖാബിഹിം. സവാബ് കുറക്കലുമില്ല, അദാബ് കൂട്ടലുമില്ല. وعن ابن عباس رضي الله عنهما قال هذه آخر آية نزلت. ഖുർആനിൽ ഇറങ്ങിയ അവസാനത്തെ ആയത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടി റബ്ബഹു, റബ്ബിനെ കണ്ടുമുട്ടി എന്ന് വെച്ചാൽ വഫാത്തായി. ബഅദഹ, അതിനുശേഷം ബിവാഹിദിൻ വസമാനിന യൗമൻ, 81 ദിവസം കഴിഞ്ഞിട്ട് ഞാത്തിറങ്ങിയതിനു ശേഷം. അത് ഒരു കൗലാണ്, അല്ല 3 ദിവസമാണെന്നുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. വഖാല ലഹു ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ് ലഅഹ, ഈ ആയത്ത് വെക്കേണ്ടത് അലാ റഅസ് 280 ആയ 280ന്റെ ആ റഅസിലാണ് വെക്കേണ്ടത്. ഇന്ന സ്ഥലത്ത് ഇന്ന ആയത്ത് വെക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെച്ച് സഹാബികളെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഇതിലെന്തില്ല, മറ്റുള്ള കുട്ടിക്കടത്താനുള്ള അവകാശമൊന്നുമില്ല. മീൻ സൂറത്തുൽ ബഖറയിൽ നിന്ന്. അതുകൊണ്ട് ആയത്തുൽ ദൈൻ ഉണ്ട്, അടുത്ത് കടം അഗ്രിമെന്റ് ദിബാന്റെ അടക്ക്. ദിബാന വിലങ്ങുന്ന വിഷയത്തിൽ ശക്തി കൂട്ടാനാണ്. അതുകൊണ്ട് ദിബാന പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ ആയത്താണ് താക്കീത് കൊടുത്തത്. روي أن رسول الله صلى الله عليه وسلم ولد يوم الاثنين. തിങ്കളാഴ്ച ദിവസം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. വബുഇസ യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം തങ്ങൾക്ക് എന്താക്കി, ലോകത്ത് നബുവത്ത് കൊടുത്തിട്ട് യാത്രയാക്കപ്പെട്ടു. വദഖലൽ മദീനത യൗമൽ ഇസ്നൈൻ, മദീനയിലേക്ക് പ്രവേശിച്ചത് തിങ്കളാഴ്ച ദിവസം. وقبل يوم الاثنين, തിങ്കളാഴ്ച ദിവസം വഫാത്തായി. വത്തഫഖു അന്ന യൗമൽ ഇസ്നൈൻ മുഖ്തസ്സുൻ ബിമൗലിദിഹി വമബ്അസിഹി വഹിജ്റതിഹി വവഫാതിഹി. അതുകൊണ്ട് അന്ന് എന്താ പ്രത്യേകത ഉണ്ടാ? അത് പിന്നെ എങ്ങനെ ഹൈസായി? തിങ്കളാഴ്ച ഹൈസ് എന്ന് പറഞ്ഞിട്ട് താമസം നിൽക്കുന്നുണ്ടല്ല. തിങ്കളാഴ്ച പരിപാടി വെച്ചാൽ എന്തെങ്കിലും ദുർബന്ധം മാറ്റിക്കളഞ്ഞു. ഇതെടുത്ത് കിട്ടി. തിങ്കളാഴ്ച ദിവസം ഞാൻ മാത്രം പറയും മണ്ണിലെ കിതാബല്ല, അറിയോ? ഈ മണ്ണുണ്ട് കിതാബിൽ തിങ്കളാഴ്ചന്റെ ഫളായില് പറയാം. തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ ഫളായില് അന്നെന്തെല്ലാം നടന്നുള്ള വാക്കിയത്ത് എല്ലാം ഉദ്ധരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് കടുവന്ന്? തിങ്കളാഴ്ച തങ്ങൾ ജനിച്ചപ്പോൾ സാവതടകപ്പുറം വെച്ച് കിസ്രാന്റെ കൊട്ടാരം വിറച്ചിട്ടുണ്ടാക്കി പൊട്ടി കീറി എല്ലാം തകർന്ന് തരിപ്പണമായി.
പാർശ്യാക്കൾ ആരാധിക്കുന്ന തീകെട്ട് ഇങ്ങനെ പദം സംഭവിച്ചപ്പോൾ പക്ഷെ അവർക്ക് നഹസായി. ഇന്ന് മുഹമ്മദിനെ പ്രസവിച്ചോട്ട ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മോശമായ ദിവസമായി കൊണ്ടാടേണ്ടതാണ്. ആയിക്കോട്ട് സമയനാവാത്തതിനെ നമ്മ ആദരബോധം തൊണ്ട കെട്ടാണ്ട് ആ ഗുളിക അങ്ങോട്ട് വിഴുങ്ങി വിഴുങ്ങുമ്പോ നോക്കണ്ടേ എന്ത് കർഷക വിഴുങ്ങുന്നു. അതുകൊണ്ട് തങ്ങളെ ഹയാത്തും മമാത്തും റഹ്മത്താണ്. എന്നാ മമാത്ത് റഹ്മത്താകുന്നു. قال صلى الله عليه وسلم إذا أراد الله بأمة رحمة قبل نبيها قبلها. ഒരു ഉമ്മത്തിനെ കൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ഉദ്ദേശിച്ചാൽ എന്താക്കും? ആദ്യം നബിനെ വരിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേത് ഉമ്മത്തിനെ ഹലാകാക്കി നബി ഒറ്റപ്പെടല. ഞാൻ എങ്ങനെ ദുഃഖിക്കും? നിങ്ങൾ കാഫിര്യങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ സംഭവിച്ചതെന്ന് ആയിരിക്കും സാലിഹ് അലൈഹി സ്വലാമിന്റെ കാര്യം സംഭവിച്ചത് ഖുർആനിൽ. അപ്പൊ ഉമ്മത്തിന് എന്താക്കി? കാലയെ കൂട്ടിയല്ല വിരുന്നായി മാറി. അൻസാരിമാരിൽപ്പെട്ട ചിലര് തങ്ങൾക്ക് എന്താക്കി? മർസിയ പറഞ്ഞു. ഒറ്റ വലിയുടെ പറഞ്ഞിട്ടുള്ളൂ. മർസിയ പറഞ്ഞ കിതാബിന്റെ ദീവാൻ തന്നെ വേറെ ഉണ്ട്. ഇന്നാള് പറഞ്ഞത് ഹസൻ പറഞ്ഞത്, ഇന്നാള് പറഞ്ഞത്, ഇന്നാള് പറഞ്ഞത്, ഇന്നാള് പറഞ്ഞിട്ട് മർസിയന്റെ ഇന്ന് പൊട്ടി ഇന്നൊരു ഔലിയാക്കന്മാരെപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ 100 കണക്കിന് മർസിയില്ലേ ഓരോരുത്തരും. فقال الصبر يحمد في المواطن كلها إلا عليك فإنه مذموم. സബർ എന്നുള്ളത് എല്ലാ രംഗത്തും സ്തുത്യർഹമായ ഒരു കാര്യമാണ്. പക്ഷെ തങ്ങൾ മരിച്ചതിന് സബൂർ ചെയ്യാന്നുള്ളത് സ്തുത്യർഹമാവൂല. എങ്ങനെ സബൂർ ചെയ്ത് പിന്നെ മറുപോ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇനി കടത്തിനെ പറ്റിയാവുന്നു. അതും ഇവിടുന്നില്ല. ഹജ്ജത്തുൽ വദാഇല്ലേ അൽയൗമ അക്മൽതു ഇറങ്ങിയൊരു സംഘമുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി ഇറങ്ങിയുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി അലൽ ഇത്ലാഖ് ലാസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റെടുത്താണ് പാകിസ്ഥാനായി. അത് വെറുതെ തട്ടിപ്പാക്കാൻ വേണ്ട. അത് കളതാണ്. തൽക്കാലം യുവാവെന്ന് വിചാരിക്കാം. എന്താണ് പറഞ്ഞിപ്പം പറയുന്നത്? ഇനി ഖുർആനായത്തിൽ ഏറ്റവും നീണ്ട ആയത്താണ് ആയത്തുണ്ടീനി. പക്ഷെ ആയത്തും മുഴുവൻ ഒറ്റായത്തും വെറുപ്പുണ്ടോന്ന് അങ്ങനെയില്ലല്ലോ. അപ്പൊ ബുക്കൊക്കെ കാഫിയിലും താമിലും ഹസനല്ലങ്ങളും ഒക്കെ തന്നെ. يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه. ഒന്നാമത്തെ കൽപ്പന, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു ദൈന് കൊണ്ട് ഇടപാട് നടത്തുകയാണെങ്കിൽ, എന്നുവെച്ചാലോ ഇദാ ദായന ബഅദുകും ബഅദൻ, ചിലർ ചിലർക്ക് കടം കൊടുക്കുന്നു. വഅമലഹു നസീഅതൻ, നസീഅത്ത് എന്ന് പിന്നത്തെ ഇത് അത് മുഅ്തിയൻ ഔ ആഖിദൻ, ചിലപ്പം ഒരാൾ വാങ്ങുന്ന ആളായിരിക്കും, മറ്റാൾ കൊടുക്കുന്ന ആളായിരിക്കും. അപ്പൊ തദായന എന്ന് പറഞ്ഞാൽ രണ്ടും. അപ്പൊ ഇലാ അജലി മുസമ്മ, ഒരു നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്ക്. അപ്പൊ എന്താണ്? ഒരു അവധി വേണം, കിട്ടുമ്പോൾ തരേ പിന്നെ കാണേന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല. അത് ഉറുക്കേറിയല്ലേ പറയും. നമുക്ക് വെള്ളിയാഴ്ച കാണും, ഞാൻ പള്ളിയിൽ നിന്ന് കാണുന്നു നോക്കുമ്പോ അന്നൊന്നും കാണുന്നുണ്ടോന്നും പള്ളിയിൽ നിന്ന് മുമ്പിലെ സഭയിൽ തന്നെ ഉണ്ടായാലും. അതാ അജലം മുസമ്മ എന്താകണം? ബിൽ അയ്യ, ഡേറ്റ് ദിവസം പറയണം. അവിൽ അശ്ഹുരി, അല്ലെ മാസം പറയണം. മിമ്മാ യുഫീദുൽ ഇൽമ, ഇൽമിനെ ഫൈദ വയ്ക്കുന്നത് കറക്റ്റ് ഒരു ഡേറ്റ് കൃത്യമായിരിക്കണം. ഇന്ന മാസം ഇന്ന ദിവസം. വയർഫഉൽ ജഹാല, എന്നിട്ടോ ജഹാലത്തിന് അങ്ങോട്ട് പോക്കണം. എപ്പം കിട്ടുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ലാബിൽ ഹസാദി, നെല്ല് കൊയ്തിട്ടാകുമ്പോൾ തരേന്ന് പറയാൻ പറ്റൂല. അതിന് ഡേറ്റ് അല്ലല്ലോ.
അവന് കുടുംബമില്ലാതെ ഹാജിയാറ് മടങ്ങി വന്നാൽ തരാന്ന് പറയുന്നത്. അതിനുണ്ട് ഒരു ഇത് അവധി. മിമ്മാലായ അതൊന്നും ജഹാലത്ത് പോകില്ല, ജഹാലത്തിന് പോകണം. ഇവനിക്ക് എപ്പം കിട്ടും എന്നുള്ളത് ഇവനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ചെയ്താൽ പക്കത്തു പോകും, അത് എഴുതണം എന്നാണ് പറയുന്നത്. അത് പിന്നെ കടയിലല്ലോ, അത് പിന്നെ തീരെ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് നീ എടുത്തോ, തീരെ വേണ്ട. നമുക്കിവിടെ ഇടപാട ചർച്ച, നിങ്ങൾ ദാനം ചെയ്യലല്ല ചർച്ച വിഷയം. പതായെന്ന് പറയുമ്പോ ആങ്ങൾക്ക് എത്രയാന്ന് ഇരട്ടി, പങ്ങൾക്ക് എത്രയാ പകുതി, ചിത്തത്തെടുത്തോന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നില്ലല്ലോ. ആ ഇടപാട് ശരിയായിട്ടില്ല. എപ്പെങ്കിലും തരാന്ന് പറഞ്ഞാൽ അവനിക്ക് എപ്പോൾ കാത്തിക്കുന്നു, എപ്പെങ്കിലും ഇന്നത് നാളായാലും പറയാമല്ലോ. പൊരുത്തല്ലല്ലോ നമ്മളെ ചർച്ച. ഇത് ഇടപാടിന്റെ ഹുക്മ ഇപ്പൊ പറഞ്ഞു വരുന്നുണ്ട്. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഉപ്പാത സ്വത്തോഹരി വെക്കുമ്പോൾ ആങ്ങൾക്ക് ഇരട്ടയും പെണ്ണ് 1:2 ഓഹരി വെക്കല്. ഒരാങ്ങളെ പറയുന്ന എനിക്കൊന്നും വേണ്ട, അല്ല ഇത്താത്ത എടുത്തോ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നില്ലല്ലോ. അത് വേറെ വിഷയത്തിലേക്ക് പോയല്ലോ. അതിന് അത് അവധി അടക്കം എഴുതണം. ഇനി ആരെഴുതണം എന്ന് പറയൂ, എഴുതുന്നു. എനിക്ക് നിബന്ധന എന്താന്ന് പറയൂ. ആദ്യം എഴുതാ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് എഴുത്ത് എന്തെങ്കിലും തർക്കം വന്നാൽ അത് തടുക്കാനും ഒരു ഉറപ്പ് വരുത്താനും അനിവാര്യമാണ്. അല്ല, പൈസ കൊടുക്കുമ്പോൾ പിടിക്കുന്നെന്തിനാ? പിറ്റേന്ന് പറയുമ്പോൾ പൈസ തന്നിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് 6,000 കൊടുക്കേണ്ട പറഞ്ഞ് തന്നിട്ടില്ല. ഇനി ഇപ്പൊ ഈ ഫക്തുബുഹുവിന്റെ അമ്ര എന്താണ്? വുജൂബിനാണോ അല്ല സുന്നത്തിനാണോ? രണ്ടുണ്ടല്ലോ, അമ്രല്ലേ. അപ്പൊ വൽ ജംഹൂർ അല ഇസ്തിഹ്ബാബിഹി, എഴുത്ത് മുസ്തഹബാണ് എന്നാണ് ജംഹൂർ പറയുന്നത്. ഇനി വേറെ മുഅ്തമദാക്കുന്ന ഏതാണ്? വലിയ വലിയ ഇടപാടുകളും വലിയ വലിയ വിലപിടിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വാജിബാണെന്നും നിസ്സാരമായ കാര്യങ്ങൾക്ക് മുസ്തഹബാണെന്നും പറയും. അല്ലെങ്കിൽ എന്താക്കും, ജനങ്ങൾ ബുദ്ധിമുട്ടും. ആരെഴുതണം? ഒരു കാത്തിബ് നിങ്ങളിടയിൽ എഴുതണം. രണ്ടാളുടെ ഉണ്ടല്ലോ, അതെ. ബൈനക്കും എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായ പറ്റൂല. രണ്ടാളിടയിലുള്ള സുസമ്മതന ഒരാളായിരിക്കണം എഴുതേണ്ടത്. കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആ കിതാബത്തിന്റെ ബയാന തുടങ്ങുന്നു. ആരെഴുതണം? ബൈനക്കും എന്നുള്ള ഖൗല് ലിൽ ഈദാൻ, അത് അറിയിക്കാൻ വേണ്ടിയാണ്. ബിഅന്നൽ കാതിബ യൻബഗി അൻ യതവസ്സത ബൈനൽ മുതദായിനൈൻ, ഈ കൊടുത്താളുടെയും വാങ്ങിയാളുടെയും ഇടയിൽ മുതവസ്സിത്തായിരിക്കണം, ഏകപക്ഷീയനാകാൻ പറ്റൂല. കണ്ടാ? വയക്തുബു കിലാഹുമാ, അല്ലേ? വയക്തുബു കലാമഹുമാ, രണ്ടാളെ കലാമും എഴുതണം. വലാത്തബി കലാമി അഹദിഹിമാ, ഒരാളെ കലാമ മാത്രം എഴുതിയാൻ പറ്റൂല. ഇനി ബിൽ അദിലി, എഴുത്തിന്റെ മറ്റൊരു നിയമമാണ് ബിൽ അദിൽ. അദിൽ എന്ന് പറഞ്ഞാലോ നീതിയോടുകൂടി. വൽ യകുനുൽ മുതസദ്ദീലിൽ കിതാബത്തി, എഴുതാൻ വേണ്ടി വലിയ ആളാകണം. നല്ല നീതിയോടുകൂടി ഒരു ഭാഗത്ത് മാത്രം ചായാതെ കണ്ട് എഴുതുന്നതായിരിക്കണം. മിൻ ഗൈരി മൈലിൻ ഇലാ അഹദിൽ ജാനിബൈൻ, രണ്ട് ഭാഗത്തിൽ നിന്ന് ഒന്നിലേക്ക് ചായാതെ. ലാ യുസീദു വലാ യൻഖുസു, അത് ഏറാനും പാടില്ല കുറയാനും പാടില്ല. വഹുവ അംറുൻ, അത് ഒരു കൽപ്പനയാണ്. ബിഖ്തിയാരി കാതിബിൻ ഫഖീഹിൻ, എടുത്തറിയുന്ന നല്ല ഫഖീഹായ കാതിബിനെ തെരഞ്ഞെടുക്കണം എന്നൊരു കൽപ്പനയാണ്. കാരണം അവനിക്ക് നീതി ഉണ്ടാവും. യജീഉ കിതാബഹു, എന്നിട്ട് വേണം അവന്റെ എടുത്തു വരാൻ. മുവസ്സഖം ബിഹി, നമുക്ക് ഉറപ്പ് വരുത്തുന്ന വിശ്വസിക്കാനാകുന്ന വിശ്വസിക്കബിളായ എഴുത്തുണ്ട്. മുഅദ്ദലൻ ബിശ്ശറഇ, ശറഅ് കൊണ്ട് അത് നീതിയാക്കപ്പെടുന്ന രൂപത്തിലാകണമെങ്കിൽ അതിന്റെ തീരുമാനമുള്ള ഫഖീഹ് ഉണ്ടാകും. ഇനി പറയുന്നത് വലാ യഅബ കാതിബുൻ, ഒരു കാതിബും വിസമ്മതിക്കരുത്. എങ്ങനെ? ലാ യംതനി അഹദു മിനൽ കിതാബ്, അല്ല കുത്താബ്, എഴുത്തുകാരുണ്ടല്ലോ,
കുത്താബ് എഴുത്തുകാരിൽപ്പെട്ട അതുങ്ങളിൽ അഹലെന്ന് പറയാൻ പറ്റും. എഴുത്തുകാരിൽ നിന്നുള്ള ഒരാളും വിസമ്മതിക്കരുത് അയ്യക്കുത്തുബ എഴുതാൻ. അതൊരു ഉപകാരമാണല്ലോ. കിതാബദ്ദൈൻ അയ്യക്കുത്തുബന്റെ മഫ്ഊൽ പറഞ്ഞിട്ടില്ല. അതാണ് ആ കിതാബദ്ദൈൻ ദൈനിന്റെ കമാ അല്ലമഹുല്ലാ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുകിൽ അല്ലാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് എഴുതണം, അല്ലെങ്കിൽ ഇവനിക്ക് എഴുതാനുള്ള ഒരു യോഗ്യത അല്ലാഹു പഠിപ്പിച്ചില്ലേ, അതുകൊണ്ട് ചെയ്യുന്ന ഒരു ഉപകാരമാണ് ഇത് എഴുതുക. രണ്ടർത്ഥം ഉണ്ട് ഇനി. കാരണം എല്ലാവരും അക്കാലത്ത് എഴുതുന്നവരായിരിക്കില്ല. അത് അലാ തരീഖത്തി മാ അല്ലമഹുല്ലാഹു മിൻ കുതുബിൽ വസായിഖ് നാം മുമ്പ് അർത്ഥം കൊടുക്കുന്നു. ഈ എഗ്രിമെന്റ് റിക്കാർഡുകൾ എഴുതുന്ന വിഷയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ച ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് എഴുതുക അല്ലേ. ഇനി ഫൽയക്തുബ്, അപ്പൊ വലായബ കാതിബ് കിട്ടിയില്ലേ? ഫൽയക്തുബ് എഴുതലിനെ വിസമ്മതിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എഴുതുക എന്നാണല്ലോ അല്ലെ. അപ്പൊ ഫൽയക്തുബ് എന്തിനാ? അത് തിൽക്കൽ കിതാബത്തുൽ മത്ലൂബ, ഫൽയക്തുബിന്റെ മഫ്ഊലി തിൽക്കൽ കിതാബത്തുൽ മത്ലൂബ അമറ ബിഹാ ബഹയൻ നഹി അൻ ഇബാഹിഹ, എഴുത്തിൽ നിന്ന് വിസമ്മതിക്കുന്നത് നഹി ചെയ്തതിന് ശേഷം വീണ്ടും അമറും. അതതിനകത്ത് തൗക്കീദൻ, അത് തൗക്കീദാണ്. കുടിക്കാതിരിക്കല്ല, കുടിക്കുക. അതെ. ഇനി ആരാണ് ഇതിന് വാചകം പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ്? കൊടുത്ത ആളുണ്ട്, വാങ്ങിയ ആളുണ്ട്. അതാ ബാധ്യത ആരുടെ മേലിലാണോ അവനാണ് ഇതിന്റെ ലഫ്ള് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാ അത് ഇംലാൽ എന്ന് പറഞ്ഞാൽ ഇംലാ എന്നും പറയും, രണ്ട് ലാം കൊണ്ടും പറഞ്ഞു ഇംലാ. വഹുവ ഇൽഖാഉൽ മാനാ അലൽ കാതിബി ലിൽ കിതാബ, എഴുതാൻ വേണ്ടിയിട്ട് ആ കാതിബിന് ആ മാന പറഞ്ഞു കൊടുക്കുക. ഐ വൽയകുൻ മൂരിദുൽ മാനാ അലൽ കാതിബി മൻ അലൈഹിൽ ഹഖ്, ഈ കാതിബിന്റെ മേലിൽ ലഫ്ള് പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടാവുമല്ലോ, അത് ആരുടെ മേലാണോ ബാധ്യത അയാളാണ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ വാങ്ങിയാൾ കൊടുക്കണം. ആ ഹക്കാനാണ് ദൈന്, കാരണം ലിഅന്നഹുൽ മശ്ഹൂദു അലൈഹി, അയാൾക്ക് എതിരായിട്ടാണല്ലോ സാക്ഷ്യം വരിക. ഇതില്ലേ അപ്പൊ ഫലാ ബുദ്ദ അൻ യകൂന ഹുവൽ മുഖിറു, അപ്പൊ മുഖിറും അയാളായിരിക്കണം. ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. ഇനിയോ വൽയത്തഖില്ലാഹ റബ്ബഹു, കണ്ടാ ആ പറഞ്ഞു കൊടുക്കുന്ന ആള് വൽയത്തഖിൽ മുംലി, ആ എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടല്ലോ റബ്ബിനെ പേടിച്ചിരിക്കണം. എന്നുവെച്ചാലോ ഞാനോട് 1000 രൂപ വാങ്ങി 500 നിർത്തിടാന്ന് പറഞ്ഞു. അവ വിൽക്കാണ്ട് വരുമ്പോ 500 വാങ്ങിയിട്ടുണ്ട്, അത് പറ്റൂല. മിനൽ ഹഖിൽ നിന്ന് ഒന്നും തട്ടിപ്പാക്കാൻ പാടില്ല. മിനൽ ഹഖിൽ ലദീ അലൈഹിം ലീഹി അലൽ കാതിബി, കാതിബിന് പറഞ്ഞു കൊടുക്കുന്ന ഹക്കിൽ നിന്ന് ഒന്നും തട്ടിപ്പ് പറ്റൂല. തട്ടിപ്പ് എന്നല്ലേ, തട്ടിയെടുക്കലല്ലേ ശൈഅൻ ഒന്നും. ഫഇന്നഹു ഹുവല്ലദീ യതവഖഅ മിൻഹുൽ ബഖ്സു ഖാസത, കാരണം അവന്റെ പക്കൽ നിന്നാണ് ഈ തട്ടിപ്പ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതെ. വമ്മൽ കാതിബു, കാതിബോ അന്ന് പറഞ്ഞത് വൽയത്തഖില്ലാഹ റബ്ബഹുന്റെ ദമീറുണ്ടല്ലോ, കാതിബിലേക്കാണോ മടക്കേണ്ടത് അല്ല പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാണോ മടക്കേണ്ടത് എന്ന ഖിലാഫാണ് ഇവിടെ വരുന്നത്. മുസന്നിഫിന്റെ പോക്കേണ്ടത്. അപ്പൊ റബ്ബഹുവിന്റെ ഹൂവിന്റെ ലമീർ ആരൊക്കെന്ന് ഇട്ടുകൊടുക്കുന്ന കടം വാങ്ങിയ വ്യക്തിക്കാണ് പറയുന്നത്. അപ്പൊ വമ്മൽ കാത്തിബ് എന്ന് പറയുന്നത് കാത്തിബിലേക്ക് മടക്കിയ ഫയതവക്കമിന്നു സിയാദ, സിയാദത്താണ് പ്രത്യേകം. മറ്റൊരു ഭാഗത്ത് കൂടിയിട്ട് 1200 വാങ്ങിയതല്ല. അതാ വഇന്നമാ ശദ്ദദ ഫീ തക്ലീഫിൽ മുംലി, ആ ഇംല ചെയ്തു കൊടുക്കുന്ന ബാധ്യസ്ഥനായ മനുഷ്യനെ തക്ലീഫാക്കുന്ന വിഷയത്തിൽ കടപ്പം കൂട്ടി. സ്വന്തം തടിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ തടുക്കാൻ വേണ്ടി അവൻ ശ്രദ്ധിക്കുമല്ലോ. ബാധ്യത ചെയ്യുന്ന അത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കില്ലേ. അവന്റെ ചുമതലയിലുള്ളതിനെ ലഘൂകരിക്കാനും ശ്രമിക്കുമല്ലോ. അതെന്തിനാ ഉപരക്തിത്വം പറഞ്ഞത്? കാത്തിബിലേക്ക് മടക്കണമോ അതല്ല ബാധ്യസ്ഥയിലേക്ക് മടക്കണമോ, അതാണ് ന്യായീകരിച്ചത്. കിതാബിന്റെ മഫ്ഹൂമും മന്ദൂഖും ലാഹിറും ബാത്തിനും ലഫ്ളും അതിനെല്ലാം തിരിഞ്ഞു. നിങ്ങൾ ഓത്തിന്ന് പറയുന്നത്
ഇനി പറയുന്നു فإن كان الذي عليه الحق سفيها أو ضعيفا ആരെ പേരിലാണോ ഹക്ക് ബാധിച്ചിരിക്കുന്നത് ആ മനുഷ്യനുണ്ടല്ലോ ഒന്നിക്ക് സഫീഹായി, സഫീഹ് എന്ന് വെച്ചാൽ ബുദ്ധി, നാഖിസുൽ അഖ്ൽ ബുദ്ധിയില്ലാത്ത ആളായി, മുബദ്ദിറൻ മുജാവിഫൻ പൈസന്റെ കണക്കൊന്നും ഒന്നും എനിക്കൊന്നും അറിയില്ല, കണ്ട പോലെല്ലാം ഭാര്യ ചെലവാക്കുന്നു, എവിടെ ചെലവാക്കുന്നു, ഒന്നും എഴുതലോ പുസ്തകമോ ഒന്നുമില്ല, ദഈഫായി അല്ല സഫീഹായി, ഔ ദഈഫൻ അല്ലെങ്കിൽ ദഈഫായി സബിയായി കുട്ടി, ഔ ശൈഖൻ മുഖ്തല്ലൻ അല്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കാത്ത ശൈഖായി. അപ്പൊ രണ്ട് ന്യൂനത ബന്ധം എന്നാ അത് രണ്ടെണ്ണല്ലേ, മൂന്ന് ഔ ലാ യസ്തതിഉ അൻ യുമില്ലഹു അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കാൻ അറിയില്ല, കഴിയൂല. എന്തുകൊണ്ട്? അയാൾക്ക് പൊട്ടത്തരം, സംസാരിക്കാൻ അറിയില്ല. ഗൈറ മുസ്തതിഇൻ ലിംലാഇ ബിനഫ്സിഹി സ്വന്തം തടി കൊണ്ട് ഇട്ടുകൊടുക്കാൻ കഴിയൂല. ലിഖാറസിൻ ഒന്നുകിൽ സംസാരം കഴിയൂല, ആ അയ്യൻ അല്ലെങ്കിൽ സംസാരം പറഞ്ഞ ആക്ക് തിരിയൂല, ആ ജഹ്ൽ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഇപ്പൊ മൂന്ന് കൊലം കണ്ടപ്പ ഒന്ന് സഫീഹായി അല്ലെങ്കിൽ ദഈഫായി ഔ ലാ യസ്തതിഉ ഔ ഗദാലികമിനൽ അവാരിദ്. അങ്ങനെ വരികയാണെങ്കിൽ പകരം ആര് നിൽക്കണം? വലിയ നിൽക്കണം എന്നാ പറയും. വലിയുഹു അവന്റെ വലിയ അയാളെ ഇല്ലാതെ ചെയ്തു കൊടുക്കണം. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ആള് ഇന്നാള് അല്ലെങ്കിൽ എന്നെ അയപ്പിച്ച ആള് ആ വലിയുണ്ടല്ലോ. അല്ലദീ യലി അംറഹു വയഖൂമു മഖാമുഹു അവന്റെ പകരം നിൽക്കുകയും അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന വലിയ എന്താക്കണം? അത് ഒന്നെങ്കിൽ മീൻ കയ്യിമീൻ, ഒന്നെങ്കിൽ കയ്യമായിരിക്കും. കയ്യമ എന്ന് പറഞ്ഞാൽ ആരാന്ന്? ഈ രാജാക്കന്മാരെ വെക്കുന്ന സാധുക്കൾ നോക്കാൻ വേണ്ടി പ്രത്യേക ഡ്യൂട്ടി ചെയ്യിക്കും. ഇന്ന ആൾക്ക് ഡിപ്പാർട്ട്മെന്റ് ആക്കി. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിയില്ല. അല്ലെങ്കിൽ വക്കീലുണ്ടാവും നമുക്ക്, ആ മുത്തർജിമൻ അല്ലെങ്കിൽ തർജിമുള്ള ആള് അയാളെ ബിൽ അതിൽ അവിടെ നീതി പാലിച്ചുകൊണ്ടായിരിക്കണം ഈ വലിയ മിൻ ഗൈരി നഖ്സിൻ വലാ സിയാദ. കൊടുത്ത സംഖ്യയിൽ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൂട്ടിയാൽ എന്താകും? കടക്കാൻ ബുദ്ധിമുട്ടാവും. മറ്റേ വാങ്ങിയക്ക് കുറച്ചാല് എന്നിട്ടോ അടുത്ത ഇനം വസ്തശ്ഹിദൂ ഷഹീദൈനി രണ്ട് ഷഹീദിനെ നിങ്ങൾ സാക്ഷി നിർത്തുകയും വേണം. അയുത്ലുബൂഹുമാ അവർ രണ്ടാളെയും തേടണം. അതിനാ വസ്തശ്ഹിദൂ എന്ന ഇസ്തിശ്ഹാദില്ലേ, സാക്ഷിനെ തേടണം. അതാ അയുത്ലുബൂഹുമാ ലിയതഹമ്മല ഷഹാദ അവർ രണ്ടാളും ഷഹാദത്ത് വഹിക്കട്ടെ. അലാ മാ ജറാ ബൈനകുമാ മിനൽ മുദായനതി നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് അത് ഷഹീദ് ആരായിരിക്കണം? സാക്ഷി മിർദിജാലിക്കും നിങ്ങളെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നായിരിക്കണം. അപ്പം മിർദിജാലി അപ്പൊ റിജാലിനക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? മിൻ അഹ്ലി ദീനിക്കും നിങ്ങളെ ദീനിപ്പെട്ട റിജാൽ എന്ന് അർത്ഥം കേട്ടാ. യഅനി മിനൽ അഹ്റാറിൽ ബാലിഗീനൽ മുസ്ലിമീൻ സ്വതന്ത്രന്മാരായിരിക്കണം, ബാലിഗീങ്ങളായിരിക്കണം. എന്നാലേ ഇവിടെ റിജാലുണ്ട് രക്ഷിക്കും. അൽ മുസ്ലിമീനക്കും ഇതിൽ കലാമു ഫീ മുആമലാതിഹിം കാരണം നമ്മളെ സംസാരമുള്ളത് അവരെ ഒരു മുസ്ലിമീങ്ങൾ ചെയ്ത ഇടപാടിനെ സംബന്ധിച്ചാണല്ലോ. ആ ഇനി രണ്ട് റജുലിനെ കിട്ടുന്നില്ല എന്ന് വെക്കാം. എന്നാലോ രണ്ട് റജുലിനെ കിട്ടുന്നില്ലെങ്കിൽ അത് ആ ഷഹീദാനി ഇല്ല. എന്തെങ്കിലും കാരണങ്ങൾ ഒരു റജുലും രണ്ട് പെണ്ണുങ്ങളും വേണം. അപ്പൊ അപ്പോ ഷഹാദത്തുൻ നിസാഇ മഅ റിജാലി അപ്പൊ പുരുഷന്മാരോടൊപ്പം രണ്ട് പെണ്ണുങ്ങൾ സാക്ഷിയായി. അത് ചില ഇടപാടുകളിൽ പറ്റും, ചിലർക്ക് പറ്റൂല. കണ്ടാ അത് റിജാലിനോടൊപ്പം ഫിൽ അംവാലി ഇവിടെ സാമ്പത്തികം അത് ജായിസ്. അതിനെ നിക്കാഹിന്റെ വേദിയിൽ പറ്റുമോ? ബിൽ ഇജ്മാ ഇജ്മാഅ് ദൂനൽ ഹുദൂദി ഹദ്ദുകളിൽ പറ്റൂല. ഇന്നാളെ അടിച്ചിട്ടുണ്ടെന്നോ ക്രിമിനൽ കേസ് അതുപോലെ കിസാസിനും ഫലാ ബുദ്ദ ഫീഹിമാ മിനൽ റിജാൽ അപ്പോൾ അവിടെ റിജാൽ കൂടാണ്ട് കയ്യിലെ പെണ്ണുങ്ങൾക്ക് സ്ഥാനേ ഇല്ല. മാസം കണ്ടത്തിന് എത്രയേ ഉണ്ടോ? ഒറ്റ റജുലേ ഉള്ളൂ. പിന്നെ മാസം കണ്ടെന്ന് ഇപ്പൊ നാമ മുറിക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്തന്നെ നിങ്ങൾക്ക് ആരൊക്കെ ആ സ്ഥാനത്തിലുള്ളൂ.
5 2 സാക്ഷിയും വേണം. അതെ 5 അപ്പൊ അല്ല ഈ കൊടുത്താള് വാങ്ങിയാള് 2 സാക്ഷി എന്നാണ്. അതൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ. ഒരു അന്യായക്കാരനുണ്ടാവും, കേസ് കൊടുക്കുന്ന ആള്, ഒരു പ്രതി ഉണ്ടാവും, പിന്നെ ഒരു വിധികർത്താവ് ഉണ്ടാവും, 2 സാക്ഷിയും വേണം. ഇന്ന് പരാതി തന്നെ സാക്ഷിയാക്കുന്ന കേസ് ചില കോടതി പോയിട്ടുണ്ട്. ഫുലാനാന്ന് പോലും അതെയാ അന്ന് തീരുമാനം അത് അന്വേഷിക്കലോ പിടിക്കലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താ പരാതി തന്നെ സാക്ഷിയാകും. കാത്തും ബില്ലതിലാണെങ്കിൽ കാരണം എന്നല്ല പറഞ്ഞു. മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചിട്ട് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഇടപാടിനെ സംബന്ധിച്ചാണല്ലോ നമ്മളെ ചർച്ച പോകുന്നത്. ഇനി അതായിരിക്കണം മിമ്മൻ തർലൗന മിനശ്ശുഹദാ, മിമ്മൻ തർലൗന കായിനൂന മർളിയീന ഇൻദകും, നിങ്ങളടുക്കൽ തൃപ്തികരമായ ആളുകൾ. അതെന്തിനാ തസ്സീസും ബിൽ വസ്ഫിൽ മദ്കൂർ, മിമ്മൻ തർലൗന എന്നുള്ളത് ആ വസ്ഫ് കൊണ്ട് പ്രത്യേകമാക്കുന്നതിനാ മാ തഹഖുഖ് ഇഅ്തിബാരി ഫീ കുല്ലി ഷഹീദിൻ, എല്ലാ സാക്ഷികളിലും അത് പരിഗണിക്കാറുണ്ടല്ലോ ഇല്ലേ. അത് സ്ത്രീകള് അതുകൊണ്ടായി ഇതുകൊണ്ട് ഒത്തുകൂട്ടല് വളരെ കുറവായത് കൊണ്ടാണ് മിമ്മൻ തർലൗന എന്ന് കൂട്ടിയത്. മിനശ്ശുഹദാ മിമ്മൻ തർലൗനഹും മിൻ ബഅദി ശുഹദാ. എന്തോടാ ലിഇൽമിക്കും ബിഅദാലതിഹിം വസിഖതിക്കും, നിങ്ങൾക്ക് പൊരുത്തം കിട്ടൽ എങ്ങനെയാണോ അവിടെ അതിനായ ആളുകളാണെന്നും അവർക്ക് വിശ്വസിക്കാൻ കൊള്ളുമെന്നും നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലല്ലേ എന്നാളെ ഇത് കൊള്ളാവുന്ന ആളാന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്തിനാ 2 പെണ്ണുങ്ങന്മാർ എന്നാണ്. പെണ്ണുങ്ങന്മാർക്ക് തൊട്ടടുത്തതിന് വെച്ചം അറിവുണ്ടാവും. അത് അന്തലില്ല ഇഹദാഹുമാ ഫതുദക്കിറ ഇഹദാഹുമൽ ഉഖ്റാ. അന്തലില്ല ആ തള്ളിലാണ് തമ്മിലെടുത്തേക്ക ഇഹദൽ മർഅത്തൈനി ഷാഹിദത്തൈൻ, സാക്ഷ്യം വഹിച്ച 2 സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണാണ് അന്തലില്ല. അതാണ് ഇഹദാഹുമ അല്ലേ. ഇത് മറ്റോ പെണ്ണ് ഓർമ്മിപ്പിക്കണം. ഇല്ലാണെങ്കിൽ വീശാൻ പണ്ടേലും നമ്മൾ 2 പോയിട്ട് ചെറിയ മറന്നുപോയാ അത് ഇഹദാഹുമൽ ഉഖ്റാന. വഹാദാ തഅലീലുൽ ഇഅ്തിബാറുൽ അദദി ഫിൻ നിസാ, സ്ത്രീകളിൽ ഒന്നിലധികം വേണം എന്ന് പറഞ്ഞതിന്റെ ന്യായമായി പറഞ്ഞത്. ഒരു പെണ്ണ് മറന്നുപോയപ്പോ മറ്റേ പെണ്ണെന്താക്കണം, ഓർമ്മിക്കണം. എന്നിട്ടോ ഇനി സാക്ഷ്യം നമ്മട്ടോ എഴുത്തുകാരനെ വിളിച്ചാൽ വിസമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹ് പഠിപ്പിച്ച ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞല്ലോ. ഇതേമാതിരി നിങ്ങൾ സാക്ഷിക്ക് വിളിച്ചാലും വിസമ്മതിക്കാൻ പാടില്ല, അല്ലെ പിന്നെ കേസ് കളിക്കാൻ കഴിയില്ല. അതുകൊണ്ടുള്ള സാക്ഷി പറഞ്ഞാണ് പോയിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് പിടിക്കൂലേ. അതാ ഇഖാമത്തെ ഷഹാദത്തി വലാ യഅബ ശുഹദാ ഇദാ മാ ദുഉ, വലാ യഅബ ശുഹദാ ഇദാ മാ ദുഉ. ശുഹദാക്കന്മാർ വിസമ്മതിക്കാൻ പാടില്ല അവർ ക്ഷണിക്കപ്പെട്ടാൽ. എങ്ങനെ അതാ ഈ ഷഹാദത്ത് വീട്ടാൻ ഉണ്ടെന്ന് അവതരിപ്പിക്കാൻ. ആ ഒരു തഹമ്മലി ആദ്യം തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി വിളിച്ചാലും വിസമ്മതിക്കാൻ പാടില്ല. അത് പ്രത്യേക ദിവസത്തിൽ ഇത് അവതരിപ്പിക്കണ്ടേ. അതിനോ നിങ്ങൾ മടികാട്ടാൻ പാടില്ല. തമല്ലു മിൻ കസറത്തി മുദായനാതിക്കും. അപ്പൊ ഒരു ഇടപാട് നടത്തുമ്പോ കടമാണെല്ലാം എന്താകണം, യാളി പരിധി കിടക്കലോ എഴുതലും പണിയല്ലേ. അതിനൊന്നും മടുപ്പ് ഉഴപ്പിച്ചാൽ പറ്റൂല. നമ്മൾ തിയറി പോലെ മടുപ്പില്ല. അൻ തക്തുബൂഹു അയതിൻ മിൻ അൻ തക്തുബുദ്ദൈന ബിൽ ഹഖ് സഗീറൻ ഖാന ഔ കബീറൻ. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, വലിയ സംഖ്യ നിരക്കുള്ള ചെറിയ സംഖ്യ നിരക്കുള്ള അതൊന്നും മടികാട്ടേണ്ട. ഹാല കൗനിഹി സഗീറൻ ഔ കബീറൻ ഖലീലൻ ഔ കസീറൻ. ഇതാ അജ്ലിഹി, അതിന്റെ അജ്ല് വരെ എഴുതുന്നതിന് മടികാട്ടാൻ പാടില്ല.
അത് മുസ്തഖിറൻ ഫി ദിമ്മത്തി ഇലാ വഖതി ഹുലൂലിഹി, അത് ഇലാന്റെ താലൂക്ക് കൊടുത്തതാണ്. വാങ്ങേണ്ട ഉത്തരവാദിത്തത്തിലുണ്ടാകും എന്നതിനെ അവധി എത്തുന്നത് വരെ. ذلكم أقسط عند الله ذلكم أي كتابة الحق ഹക്ക് എഴുതൽ എന്നുള്ളത് അയ്യുഹൽ മുഅ്മിനൂൻ അഖ്സതു ഏറ്റവും നീതിയുള്ളതാണ് എന്നുള്ള അല്ലാഹുവിന്റെ അടുക്കൽ ഫീ ഹുക്മിഹി വഅഖ്വബു ലിശ്ശഹാദ ഐ അസ്ബതു ലഹാ ഷഹാദത്തിന് നല്ല ശക്തി പകരുന്നതുമാണ് വഅമൻ അലാ ഇഖാമത്തിഹാ വഅദിന അല്ലാ തർതാബു നിങ്ങൾ റൈബ് ഉണ്ടല്ലോ, റൈബ് ഇർത്താബ അക്റബ് ഇലന്തിഫായ റൈബിക്കും നിങ്ങളെ സംശയങ്ങൾ അവൻ തരാണ്ടായി പോവോ കിട്ടാണ്ടായി പോവോ എന്നാ അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം വരാതിരിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ നേട്ടങ്ങളാ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അക്ഷത്താണ്, രണ്ടാമത് ഷഹാദത്തിന് ഊട്ടുറപ്പാണ്, മൂന്നാമത്തതോ ആ ദൈനിന്റെ ജിൻസ് എന്താണ്, സ്വർണമാണോ വെള്ളിയാണോ പൈസയാണോ, അതിന്റെ കതിരത്തിനെയാണോ അജലത്തിനെയാണോ എന്നത് നിഷേധിക്കാതിരിക്കാനൊക്കെതാണ് അല്ലേ. ഇനി പറയുന്നത് ഈ എഴുത്തെന്നുള്ളതുണ്ടല്ലോ, ഇപ്പൊ കടത്തിലല്ലോ പറഞ്ഞത്, മറ്റെന്തെങ്കിലും ഉണ്ടോ? ചിലതിന് ഒഴിവ് കൊടുക്കണം. ഇല്ല നിങ്ങളുടെ അപ്പൊ തന്നെ കേക്ക് കൊടുത്ത് വാങ്ങി അന്ന് എഴുതാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഇടയില് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തിജാറത്തായാലൊഴിഞ്ഞു, ഇന്നാൾ 1 കിലോ മുളക് വാങ്ങി ഇത്ര പൈസക്ക് മസാക്കി 2 സാക്ഷിനെ കൊണ്ടാവുന്ന ഇവിടെ വേറെ പണി നടക്കണ്ടേ? അതാ പറയുന്നത്. ഇതാ ഇന്നമാക്കാനുള്ള ഇഷ്ഹാദുലിന്നദബി, അത് അടിയിലെ കുറിപ്പ് അതിലുണ്ടാ. ഈ ഇഷ്ഹാദ് എന്നുള്ളത് എന്തുണ്ട്? സുന്നത്തിന് വേണ്ടിയിൽ യന്നഹു ലൗകാനലിൽ വുജൂബി, വുജൂബിനാക്കിയാൽ ഫിൽ ഹറജി വൽ മശഖ, ജനങ്ങൾ വല്ലാത്ത ഹറജ് മശഖത്തിലും പെട്ടുപോകും. ഒരു സാധനം വിൽക്കാൻ ഉദ്ദേശിച്ചാല് അല്ലെങ്കിൽ കൂലി കൊടുക്കാൻ ഉദ്ദേശിച്ച് ഇന്നാള് ഇന്ന സാധനം ഇത്ര ദിവസത്തേക്ക് വാടക കൊടുത്ത് ഇന്ന സാധനങ്ങൾ ഇതെല്ലാം ഇതാ കഴിഞ്ഞാൽ എന്താകും? കര കിട്ടൂല. വിശ്വഭൂതനൊക്കെ സാക്ഷികളെ കൊണ്ടുവരേണ്ടി വരും. നിസ്സാരമായ സാധനമായാലും ഈ നിയമം വരും. ലേശം പഞ്ചസാര വാങ്ങി, ഇന്നാളാള് ഇന്നാളെ മകൻ ഇന്നാള് പഞ്ചസാര കിലോ പഞ്ചസാര 100 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അയാൾക്ക് പൈസ അടിച്ചിരിക്കുന്നു, വേണം 2 സാക്ഷി ഒപ്പിടും. ഇതൊരു കളിമൊഴിയായിപ്പോ. അതാ അവിൽ ബിനായ അവിൽ സയ്യാറ, അത് ബിൽഡിംഗ് ആയാലും അതെന്തിനാ സഗീറെന്ന ഉദാഹരണമാണ് സുക്കർ അറുസ്. ബിൽഡിങ്ങുകൾ, കാറ്, വണ്ടി പോലത്തതാണ് ബെൽറ്റിന്റെ ഉദാഹരണം. മുസ്ലിമീങ്ങൾക്ക് മശക്കത്താകും. അതുകൊണ്ട് ഫലിദാലിക കാലൽ ജംഹൂർ, ഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് അൽ-അംറു ബിൽ ഇശ്ഹാദി ലിന്നദബി വലൈസ ലിൽ വുജൂബ്. അടുത്തിരുന്ന് ഇനി കൈക്ക് കയ്യാല് തീർന്ന കച്ചവടം ഉണ്ടല്ലോ അതില് ലാകിൻ വഖ്തു ഖൗലിക്കും ഖൗലി തിജാറത്തിക്കും തിജാറതൻ ഹാലിറതൻ, ഇപ്പോൾ റഖ്യമായ കച്ചവടമായി തുദീറൂനഹ ബൈനക്കും, അത് നിങ്ങളുടെ ഇടയിൽ എന്താക്കും? തിരിമറിയാക്കുന്നുണ്ട്. ബിതആതിയ യദൻ ബിയദിൻ, കൊടുക്കേണ്ടത് കൈമ തന്നെ കൊടുത്തു, അങ്ങനത്തെ വാങ്ങി സാധനം അപ്പം കൊടുത്തു, ഇപ്പം കൊടുത്തു. എന്നാ ഫലൈസ അലൈക്കും ജുനാഹൻ അല്ലാ തക്തുബൂഹ, എഴുതാതിരിക്കൽ ഒരു തെറ്റില്ല. ഫലാ ബഅസ ബിഅല്ലാ തക്തുബൂഹ, ഇതിനർത്ഥം ഫലൈസ അലൈക്കും ജുനാഹുണ്ട്. എന്തുകൊണ്ട്? ലിബുഅദിഹാനി തനാസുബൻ നിസ്യാൻ, അവിടെ മറക്കാനോടെ പറ്റില്ല, പിന്നെ തർക്കത്തിനോടെ വരില്ലല്ലോ. പക്ഷെ ചിലതിക്കൽ എന്താകണം? ഞാൻ എപ്പം പറയും അടിച്ചതിന് ശേഷം പൈസ കൊടുക്കാൻ വേണം. ഒരു ദിവസം പട്ടത് ജീവിതകാലം മുഴുവനും പാടായിരിക്കണം. പൈസ വാങ്ങിയിട്ട് അടിച്ചതിന് വല്ല തന്നെ ഇല്ല. നിങ്ങൾ ബാഗ് നോക്കിയിട്ട് ബാഗിന് അങ്ങനെ രാവിലെ മുതലേ പൈസ ഇല്ലേ? നിങ്ങളെ പൈസ അത്ര വേണ്ടില്ലേ? വലിയ പൈസ കൈമ പിടിക്കുക, അടിച്ചതിന് ശേഷം കൊടുക്കുക. ഒന്നിന്ന പാഠം പഠിക്കണം. 2 വട്ടം പാമ്പ് കടിക്കൂല എന്നൊരു മോമില്ല. സംശയമില്ല.
നിങ്ങൾ ഇടപാട് നടത്തിയാൽ സാക്ഷി നിർത്തണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതാ ഒന്നിക്കൽ ഈ ഹാദത്തബായു ഇപ്പം പറഞ്ഞ അല്ലേ, അത് മുത്തലഖൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാട്. എന്നാൽ അന്നഹു അഹബത്തു സാക്ഷി നിർത്തലാണ്, ഇഷ്ഹാദാണ് വളരെ സൂക്ഷ്മത. വൽ അവാമിറുൽ വാരിദത്തു ഫിൽ ആയത്തിൽ മദ്കൂറ കരീമ, ഈ ആയത്തിൽ കുറെ അംറ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിൽ നോക്കിയാൽ എത്ര അംറ്, ഫക്തുബൂഹു വൽ യക്തുബ്, അങ്ങനെ കണ്ടില്ലേ, ഫൽ യക്തുബ് എന്ന് തുടങ്ങിയിട്ട് ഈ അവാമിറുകൾ കംപ്ലീറ്റ് ലിന്നദിബി സുന്നത്തിനുള്ളതാണ്. ഇൻഡൽ ജംഹൂർ, ആ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ന്യായവും പറഞ്ഞു. ഇനി വലാ യുളാറ കാതിബുൻ വലാ ഷഹീദ് വലാ യുളാറ ലാ യംതനിഉ, തടസ്സപ്പെടുത്താൻ പാടില്ല. കാതിബ് അത് മുമ്പ് ഉണ്ട്, കിതാബത്തനിൽ കിതാബത്തിൽ മഖ്സൂദ. ഇനി വലാ ഷഹീദ്, സാക്ഷി നിൽക്കുന്നതിലും. അപ്പൊ കേസ് തെളിയണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കേണ്ടതുണ്ട്. അത് വലാ യംതനിഉ ഷാഹിദു അൻ ഇഖാമത്തി ഷഹാദത്തിൽ മഅലൂമ, അറിയപ്പെട്ട ആ സാക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടി തടസ്സം വെച്ചാൽ പറ്റില്ല. വഇൻ തഫ്അലൂ എന്നുവെച്ചാലോ, നിങ്ങൾ വലാ യുളാറ എന്നുള്ള വിരോധിച്ചല്ലോ, ആ വിരോധിച്ച കാര്യം ചെയ്താൽ എന്താവുന്നറിയോ, ഫഇന്നഹു ഫുസൂഖുൻ ബിക്കും, അത് നിങ്ങൾക്കൊരു തെറ്റ് സംഭവിക്കുന്ന സംഗതിയായിരിക്കും. വഇല്ലം തഫ്അലൂ മാ നുഹീതും അൻഹു മിനൽ ളിറാറി, ളിറാർ ലാ യുളാറ എന്ന് പറഞ്ഞതില്ലേ, അതാ അത് നിങ്ങളെ കൊണ്ട് അള്ളാന്റെ ദീനിൽ നിന്ന് കാറ്റിന് പുറത്തു പോക്കാം. അള്ളാഹുവിന്റെ കൽപ്പനയും വിരോധിച്ച കാര്യങ്ങളും എതിരി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് ഈ സാക്ഷി കൂറുമാറല്, എഴുതാണ്ടിക്കല്, അല്ലെങ്കിൽ അതിൽപ്പെട്ടു. ഇനി പറയുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഹക്കാമുൽ മുതളമ്മിനത ലിമസാലിഹിക്കും, നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ച ഹക്കാമുകളെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു തആല എല്ലാം കൊണ്ടും അറിയുന്നവനാണ്. അല്ലാഹുവിന്റെ ഇൽമ ബന്ധപ്പെടാത്ത ഒരക്ഷരമില്ലല്ലോ. ഇൽമിനോട്ട് എന്നൊക്കെ എന്താണ്, ഒരു ശൈയും ബാക്കിയില്ല. അദ്ദേഹത്തിന്റെ ഖുദ്റത്ത് ഇറാദത്തിന് മുംകിനാത്തിനോട് മാത്രമേ ഉള്ളൂ. ഇൽമും കലാമും ബന്ധപ്പെടാത്ത ഒരൊറ്റ ശൈഇല്ല. അപ്പൊ ഫലാ യഖ്ഫാ അലൈഹി ഹാലുക്കും, നിങ്ങളെ ഹാലും അല്ലാഹു തആലക്ക് മറന്നതല്ല. വഹുവ മുജാസിക്കും ബിദാലിക്, അതിനെന്താക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. ഇനി സുമ്മ ഹാദിഹിൽ ആയത്തു അത്വലു ആയത്തിൻ ഫിൽ ഖുർആൻ, ഈ ആയത്ത് ഖുർആനിൽ ഏറ്റവും നീളം കൂടിയ ആയത്താകുന്നു. ഒന്ന് വഅബ്സതുഹാ ശറഹൻ, വ്യാഖ്യാനം വളരെ വിസ്താരമാണ്. സാക്ഷിയുടെ സ്ഥലത്ത് അതായത് പലതുണ്ട്. വഅബയനുഹാ വുജൂഹൻ, അതുപോലെ എല്ലാം വ്യക്തമായി തന്നെ ഉണ്ട്. യുഅലമു ബിദാലിക, ഇതുകൊണ്ട് എന്താണ്, അന്ന മുറാഅത്തി ഹുഖൂഖിൽ ഖൽഖി വാജിബത്തുൻ, പടപ്പുകളുമായുള്ള ഹക്ക് ഇടപാടുകൾ വളരെ സൂക്ഷിക്കൽ വാജിബാണ് എന്ന് ഇത്തരം വിശാലമാണ്. നിക്കാരത്തിന് ഇത്രത്തോളം പറഞ്ഞില്ല. അതേസമയം നിക്കാഹിന്റെ വാബൊരുപാട് ഇന്നാളെ ഒരു യുദ്ധം ചോദിച്ചിട്ടുണ്ട്. നിസ്കാരത്തിനൊന്ന് നോമ്പിന് കൂടുതലൊന്നും പറയാണ്ട് ഈ വൈവാഹിക ജീവിതം ആ കടത്തിനങ്ങ് നീട്ടി പറഞ്ഞു. അതന്നെ അത് ആദമീന്റെ ഹക്കിന് അല്ലാഹു തആല വല്ലാണ്ട് കർശനമാക്കുന്നുണ്ട്. മറ്റേത് അല്ലാഹ് അത് എന്റെ പുതല്ല, ഞാൻ പുറത്തു കൊടുത്തെല്ലാം തീർന്നില്ല. അതുപോലെ സമ്പത്തിന്റെ മേലുള്ള ഇഹ്തിയാത്തും ബിഹാ ഉമൂറുദ്ദീനി വദ്ദുനിയാ, ദുന്യാവിന്റെയും ദീനിന്റെയും കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ നടക്കുന്നത്. ആ ഇഹ്തിയാത്ത് ലാസിമാണ് എന്നറിയിക്കാനുമാണ്. അതുകൊണ്ട് ഫമൻ സഅ ബിൽ ഹഖ് ഫഖദ് നജാ വഇല്ലാ ഫഖദ് ഗവാ, ഹക്കുമായി ഒരാൾ മുന്നോട്ട് നീങ്ങിയാൽ അയാൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ഹലാക്കായി. വല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ കമാലി റഹ്മത്തിഹി അലാ ഇബാദിഹി, അടിമകളെ മേലിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കമാല് കാരണത്താൽ
അല്ലമഹും കൈഫിയത്ത് മുആമലാതിഹിം ഫീമാ ബൈനഹും. അവരുടെ ഇടയിൽ നടക്കുന്ന മുആമലാത്തിന്റെ കൈഫിയത്ത് അല്ലാഹു തആല നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ലിഅല്ലാ യജ്രിയ മിൻ ബഅദിഹിം അലാ ബഅദിൻ ഹൈഫുൻ. ഒരാളെ വക്കൽ നിന്ന് മറ്റൊരാളെ മേലിൽ ഒരു അക്രമം, ഒരു അനിഷ്ടകരമായും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. വലിയല്ലാ യതഖാസമു, അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടാതിരിക്കാനും, വയതനാസഉ, അവർ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കാനും. അങ്ങനെ വരുമ്പോൾ ഫയഹഖുദു ബഅദുഹും അലാ ബഅദിൻ, ചിലരുടെ മേൽ എന്താക്കും? ശത്രുക്കളാക്കി മാറ്റും. അപ്പൊ ശത്രുക്കളാക്കുന്ന സംഘടനകളും വേണ്ടാന്നുണ്ട്. അതുകൊണ്ടാണ് ഹക്കുകൾ എന്താക്കണം? എഴുതണമെന്നും സാക്ഷി നിർത്തണമെന്നും ശക്തി കൂട്ടിയത്. സാക്ഷികളോട് കൽപ്പിച്ചത് അത് ഏറ്റെടുത്തേ വിട്ടു എന്ന് പറഞ്ഞു. അത് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് സ്ഥാപിച്ചേ വിട്ടു എന്ന് പറഞ്ഞു. വാമറൽ കാത്തിബ, അതുപോലെ കാത്തിബിനോട് കൽപ്പന എന്താണ്? അയ്യക്തുബ കമാ അല്ലമഹുല്ലാഹു, അല്ലാഹു തആല പഠിപ്പിച്ച ശൈലിയിൽ എഴുതണമെന്നും, ബിൽ അദൽ, നീതി പാലിച്ചുകൊണ്ടും എഴുതണമെന്ന് പറഞ്ഞു. വറാഅ ഫീ ദാലിക, ഇതിലെല്ലാം അല്ലാഹു തആല പരിഗണിച്ചു ദഖായിഖ കസീറ, ഒരുപാട് നിഗൂഢമായ മസ്അലകൾ പഠിച്ചിട്ടുണ്ട്. കമാ ദക്കറഹ കേട്ടോ. ثم قال تعالى مرشدا عباد لتوثيق الدين بالرهان. ഇനി ഇപ്പൊ ഇതല്ലേ, ഇനി പണയം വെക്കലിനെ സംബന്ധിച്ചുണ്ടോ? ഇന്ന് സംഖ്യ വാങ്ങിയാൽ തത്തുല്യമായ പണയം വെക്കും. ആ പണയത്തിന്റെ ഹുക്കം എന്താണ്? അതിന്റെ ഇത് ഇങ്ങനെ പറയുന്നല്ലേ, അതന്നെ അടുത്ത മസ്അല. അത് കഴിഞ്ഞാൽ ഖുർആൻ ഇത് തീർന്നു. അതന്നെ